أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. أولئك الذين اشتروا الضلالة بالهدى والعذاب في المغفرة فما أصبرهم على النار ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. അള്ളാഹു അവന്റെ വേദത്തിൽ അവതരിപ്പിച്ച വിധിവിലക്കുകൾ പൂഴ്ത്തിവെക്കുകയും തുച്ഛമായ ഐഹിക ലാഭങ്ങൾക്കു വേണ്ടി വിൽക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവർ വാസ്തവത്തിൽ തങ്ങളുടെ ഉദരങ്ങളിൽ നിറക്കുന്നത് തീയാകുന്നു. അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയേ ഇല്ല, അവർ ശുദ്ധീകരിക്കുകയുമില്ല. അവർക്കുള്ളത് നോവുന്ന ശിക്ഷയാകുന്നു. അവർ സന്മാർഗത്തിനു പകരം ദുർമാർഗവും പാപമുക്തിക്ക് പകരം ശിക്ഷയും വില കൊടുത്തു വാങ്ങിയവരല്ലോ. നരകശിക്ഷ ഏറ്റു വാങ്ങാൻ ഒരുമ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടരുടെ ധൈര്യം അത്ഭുതകരം തന്നെ. അള്ളാഹു തികച്ചും സത്യമായ വേദം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേദത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി എന്നതത്ര ഇതിനെല്ലാം നിമിത്തം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ 171, 2, 3 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം പറയാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു ആയത്ത്, അതായത് നമുക്ക് എന്തൊക്കെയാണ്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് ഫമലിത്തുർ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അതായത് അള്ളാഹുവിൽ നിന്ന് വല്ല നിബന്ധന നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ ഇതാകുന്നു: ശവം തിന്നരുത്, രക്തവും പന്നിമാംസവും വർജിക്കുക, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട വസ്തുക്കളും ഭക്ഷിക്കാൻ പാടുള്ളതല്ല. എന്നാൽ ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ അകപ്പെട്ട് നിയമലംഘനങ്ങൾ ഇച്ഛിക്കാതെയും അത്യാവശ്യത്തിന് അതിരുകടക്കാതെയും ഇക്കൂട്ടത്തിൽ വല്ല വസ്തുക്കളും ആഹരിക്കേണ്ടി വന്നാൽ കുറ്റമില്ല, പൊറുക്കുന്നവരും ദയാനിധിയുമല്ലോ അള്ളാഹു. ഇതില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് അർത്ഥം പറഞ്ഞു, അതിന്റെ കുറച്ച് വിശദീകരണം പറഞ്ഞു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു നിഷിദ്ധമാക്കിയ ആ ഒരു വസ്തുക്കളെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ശവം എന്ന് പറഞ്ഞ ഗണത്തിൽ എന്തൊക്കെ പെടും, രക്തം എന്ന് പറഞ്ഞ ഗണത്തിൽ എന്തൊക്കെ പെടും, പന്നിമാംസം അള്ളാഹ് നിഷേധിക്കുക എന്തുകൊണ്ട്, ഇതുപോലുള്ള ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദീകരണം പറയാം. ഇവിടെ ഇത് നമ്മൾ പറഞ്ഞതാണ്. നിർബന്ധിതാവസ്ഥ എന്നുള്ളത് എന്താന്നുള്ളത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലെ. അത് വളരെ അത്രയും അങ്ങേയറ്റം നിർബന്ധിതമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ 173 അല്ലെ. ഇവിടെ ഈ ഒരു ആയത്ത് തുടങ്ങിയത് ഇന്നമാ ഹറമാലൈക്കും എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നമാ ഹറമാലൈക്കും, അള്ളാഹുവിങ്കൽ നിന്ന് വല്ല നിബന്ധന നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ തന്നെ ഇതാകുന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങളുടെ മേൽ നിർബന്ധന ഉണ്ടെങ്കിൽ ഇതാകുന്നു നിങ്ങൾക്ക് നിഷിദ്ധമാക്കുന്നത് എന്ന രീതിയിൽ ആയത്ത് തുടങ്ങുന്നത്. ഇതിന്റെ യുക്തി എന്താന്ന് വെച്ചാല്, ആ സമയത്ത് അള്ളാഹ് നിഷിദ്ധമാക്കാത്ത എന്തൊക്കെയോ അവര് നിഷിദ്ധമാണെന്ന് കരുതി കഴിക്കാതിരിക്കലുണ്ടായിരുന്നു.
പക്ഷെ ആ ഒരു സാധനം അത് വെറുക്കപ്പെട്ട രീതിയിൽ അള്ളാഹിൽ നിന്ന് വന്ന പോലെ അത്രയും മനസ്സിൽ അത് ഇഷ്ടമില്ലാതെ അവർ കഴിക്കാതിരിക്കലുണ്ടായിരുന്നു, ആചാരത്തിന്റെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ എന്തോ. പക്ഷെ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് അള്ളാഹ് പറയണത്, നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ ഹറാം, ഇതാ ഈ പറയുന്ന സാധനങ്ങൾ മാത്രമേ ഹറാമുള്ളൂ എന്ന് പറഞ്ഞിട്ട് 3 എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം മതത്തിൽ നിന്നുള്ളവരാണല്ലോ. അതിന് മുന്നേ അവരുടെ ആചാരം വിശ്വാസങ്ങൾ ഇബ്രാഹിം മതത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആദർശവും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ശരിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യണത്. അപ്പൊ അള്ളാഹ് പറയണ ഇബ്രാഹിമിന്റെ മില്ലത്തില് ആ ഒരു മാർഗത്തില് നിഷിദ്ധമാക്കിയത് ഇത് 3 എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രവാചകന്റെതിൽ ഇത് മാത്രം എന്ന് പറഞ്ഞുകൂടാ. ഈ 3 അന്നത്തെ ഇബ്രാഹിമിന്റെ മതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ കൂടെ ഇപ്പത്തെ ഉമ്മത്തായ പ്രവാചകന്റെ മതത്തിൽ വേറെ നിഷിദ്ധങ്ങൾ ഉണ്ടായിരിക്കാം. ഇത് മാത്രം എന്നുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇത് മാത്രമേ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മതത്തിലും ഉമ്മത്തിനും നിഷിദ്ധമാക്കിയിട്ടുള്ളൂ എന്ന പരിമിതി ഇവിടെ വരുന്നില്ല. പക്ഷെ ഇബ്രാഹിം മതത്തിൽ ഉള്ളത് ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതില് ഈ ശവം എന്നുള്ള ഗണത്തില് അതായത് പിന്നെ ചില പണ്ഡിതന്മാർ, ചില ആളുകൾ പറയാറുണ്ട് ഇവിടെ ശവത്തിനെയും, അതായത് മൈത്തത്ത് ശവം, ദമ് ചോര, ലഹ്മുൽ ഖിൻസീർ പന്നിയുടെ മാംസം, ലഹ്മ് എന്ന് പറഞ്ഞ മാംസം പറഞ്ഞിരുന്നില്ലേ, ലഹ്മ് മാംസം, ഖിൻസീർ എന്ന് പറഞ്ഞാല് പന്നി. ഇത് മാത്രമേ ഇതും പിന്നെ ഈ അള്ളാന്റെ നാമത്തിലും വമാ ഉഹില്ല ബിഗൈരില്ല 4 കാര്യങ്ങൾ പറഞ്ഞതിൽ 4 ഇതാണ്: ശവവും രക്തവും പന്നിമാംസവും അള്ളാന്റെ പേരിൽ അറക്കപ്പെടാത്തതും. ഇത് മാത്രമേ ഇതിൽ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. അല്ലാത്ത എല്ലാം ഭക്ഷ്യയോഗ്യമാണെന്ന് ചില ആളുകളെങ്കിലും വാദിക്കാറുണ്ട്. എന്നാൽ സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട് എന്താണ് ശവം. ശവത്തെ തന്നെ 5 വിധമായിട്ട് പറയുന്നുണ്ട് മാഇദയിൽ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ അൽ മൈത്തത്ത്, ശവം എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന 5 എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം പറയുന്നത് ജീവൻ നഷ്ടമറ്റതല്ല. അതായത് നമ്മൾ പൊതുവെ ശവം എന്ന് പറയുന്നത് എന്തിനാണ്? ജീവനില്ലാതൊരു സാധനം കിടക്കുന്നുണ്ടെങ്കിൽ അത് ശവം എന്ന പേരിൽ നമ്മൾ വിളിക്കും, അൽ മൈത്തത്ത് എന്നുള്ള പേരില്. പക്ഷെ അങ്ങനെ കിടക്കുന്ന എല്ലാം ഹറാമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ പെട്ടതാണ് ഒന്ന്, പിന്നെ ജീവൻ നഷ്ടപ്പെട്ടതാണെങ്കിലും ഭക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നത് അനുവദനീയമായ ജന്തുക്കൾ അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കുക വഴി ജീവൻ നഷ്ടപ്പെട്ട നിഷിദ്ധമായ ശവങ്ങളിൽ പെടുന്നില്ല. അതായത് ഇപ്പൊ നമ്മള് അറുത്തിട്ട് ഒരു കോഴി, അതിന് നമ്മൾ ശരിക്കും ബിസ്മി ചൊല്ലി അറുത്ത് ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ശവമായി മാറുന്നുണ്ട് അല്ലെ, അതിന്റെ ശ്വാസം എല്ലാം നഷ്ടപ്പെട്ട് അത് ശവമായി മാറുന്നു. പക്ഷെ ആ ശവം എന്ന് വിളിക്കുന്ന ആ അൽ മൈത്തത്ത് നിഷിദ്ധമല്ല. മനസ്സിലായല്ലോ? നിങ്ങൾ പറഞ്ഞത് ശവം എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആ ശവം എല്ലാം ഹറാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിലൊന്ന് ഇതാണ്, ഇങ്ങനത്തെ ശവം അറുക്കപ്പെട്ട് ഇട്ടിട്ട് മരിച്ചു പോയ അത് ആ ശവം ഇതിൽ ഹറാമായി പെടുന്നില്ല. അതുപോലെ ഏത് വിധേനയും ജീവൻ നഷ്ടപ്പെട്ട മത്സ്യങ്ങൾ, നമ്മളൊക്കെ അറിയാം മീന് ശരിക്കും ശവാണ് അല്ലെ. മത്സ്യങ്ങളെല്ലാം എങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടാലും, അതിപ്പോ ഇത് അടിച്ചു കൊന്നാലും അത് കുറെ നേരം പുറത്ത് ശ്വാസം കിട്ടാതെ കരക്കിട്ട് ചത്തതാണെങ്കിലും ഒക്കെ, ഏത് വിധേന മരിച്ചതാണെങ്കിലും ചത്തതാണെങ്കിലും മത്സ്യങ്ങള് നിഷിദ്ധമായ ശവങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ കരജീവികളും വെട്ടുകിളികളല്ലാത്ത പക്ഷികളും. പിന്നെ ഈ വെട്ടുകിളി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ചിത്രം കാണിച്ചു തരാം. ഇവിടെ നമ്മളിതിൽ പെട്ടുന്നത് ഇതാ, ഇതില് ഹറാം എന്ന് പറയുന്ന സാധനങ്ങൾ ഇവിടെ പറഞ്ഞത് ഒന്ന് ചത്ത ഇതാണ് കോഴി, ചത്ത ഒരു സാധനം. രണ്ടാമത് രക്തം, മൂന്നാമത്തെ ഈ പന്നീന്റെ ഇറച്ചി. ഇതിൽ ഹലാലാക്കപ്പെട്ടതാണ്. മത്സ്യം ചത്തതാണെങ്കിൽ ഹലാലാണ്, പിന്നെ അറുത്തിട്ട് ചത്തതാണ് ഹലാലാണ്. അതുപോലെ തന്നെ വെട്ടുകിളി എന്ന് പറയുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊരു പക്ഷിയാന്ന് നമുക്ക് പറഞ്ഞൂടാ. കിളി എന്ന് പറയുമ്പോൾ പക്ഷി നല്ല പക്ഷിയല്ല, അതൊരു ഇത്തരത്തില് നാട്ടിലൊക്കെ ഉള്ള പുൽച്ചാടി പോലത്തെ ഒരു സാധനത്തിനാണ് ഇവിടെ വെട്ടുകിളി എന്ന് പറയുന്നത്. അപ്പൊ അതും ചത്താല് ശവം ഭക്ഷിക്കാൻ യോഗ്യമാണ് എന്നാണ് പറഞ്ഞു വന്നത്, അറക്കേണ്ടതില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വെട്ടുകിളികൾ, പക്ഷികള് രോഗം മൂലം അതായത് കരജീവികളിൽ പെട്ടത്, ഇപ്പൊ വെള്ളത്തിലുള്ള മത്സ്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ളതെല്ലാം ചത്താലും ഓക്കെയാണ്. പക്ഷെ കരജീവികളില് വെട്ടുകിളികളല്ലാത്ത പക്ഷികൾ, വെട്ടുകിളി അതിന്ന് ഒഴിവാണ്. അതല്ലാത്ത പക്ഷികളോ രോഗം മൂലം അത്യാഹിതം മൂലം ചത്തുപോലെ ഭക്ഷിക്കുന്നത് നിഷിദ്ധമാണ്. മനസ്സിലായില്ലേ? കരജീവികളിൽ വരുമ്പോ ഈ വെട്ടുകിളി അതിൽ പെടുന്നില്ല, ചത്താൽ ഓക്കെയാണ്. അത് ബാക്കിയുള്ള എല്ലാ കരയിലുള്ള ജീവികളും വല്ല രോഗമായിട്ടോ അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് ആയിട്ടോ മരിച്ച് ചത്തുപോയാൽ അത് നിഷിദ്ധമാണ്. എന്നാൽ നമ്മൾ പറയേണ്ട, രോഗം മൂലം ചത്ത ജന്തുക്കളെ ഭക്ഷിക്കുന്ന വിരോധിച്ചതിന്റെ യുക്തി അവ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകും എന്നത് തന്നെ. രോഗം വന്ന് ചത്തത് ഇപ്പോ നമുക്കറിയില്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപക്ഷെ രോഗം വന്നേക്കാം.
ഇനി അപകടങ്ങളിൽ ചത്തുപോകുന്ന മൃഗങ്ങളിൽ ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷ്യയോഗ്യമായ ജന്തുക്കൾ അനുവദനീയമാകുന്നത് അവയുടെ രക്തം ഒഴുക്കിക്കളയുമ്പോഴാണ്. പിന്നെ ഇതില് നമ്മൾ ശരിക്കും ഈ സ്ലോട്ടർ ചെയ്യുമ്പോ, അതായത് അറുക്കുമ്പോ, നമ്മൾ അറുക്കുമ്പോ, അറുത്ത് കഴിഞ്ഞ് അവിടെ നിലത്തേക്ക് ഇടുമ്പോ ഒരുപാട് രക്തം ഒഴുകി പോവാറുണ്ട്. അപ്പൊ ഈ അറുത്ത് രക്തം ഒഴുകി പോകുന്നതാണ് അതിലെ ആ ഒരു നമുക്ക് ഹലാലാവാനുള്ള കാരണം. മനസ്സിലായില്ല? അതായത് രക്തം അറുത്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൈപ്പ് പോലെ അത് രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകി പോകുന്നതിലൂടെ നമുക്കത് ഹലാലായി മാറുന്നു. അത് ഹലാലായി മാറുന്നു എന്നുള്ളതല്ല, അതാണ് ആ രക്തം പിന്നെ ആ ഒരു മാംസം പിന്നെ ശുദ്ധമാവുകയാണ്. ചില ആളുകൾ പറയാറുണ്ട് ഇപ്പോഴൊക്കെ മാസായിട്ട് പിന്നെ പക്ഷികളൊക്കെ അറുത്തിട്ട് കോഴികളൊക്കെ അറുത്തിട്ട് വരുന്നത് ഒരുപക്ഷെ രക്തം ഒഴുകി കളയാതെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഹലാലാവുമോ ഹറാമാവുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ പറയാറുണ്ട്. പക്ഷെ ഇതില് പറയുന്നത് ഇതാണ്, രക്തം ഒഴുകി പോണം എന്നുള്ളതാണ് അതിലൊരു കണ്ടീഷൻ പറയുന്നത്. അപ്പൊ അവയുടെ രക്തം ഒഴുക്കില്ല. അപകടത്തിൽ ചാവുന്ന മൃഗങ്ങളുടെ രക്തം അപ്പൊ നമ്മൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ചത്തു പോകുമ്പോ രോഗമല്ലാതെ അപകടങ്ങളിൽ മരിച്ച മൃഗങ്ങൾക്ക് എന്തുകൊണ്ട് നമുക്ക് ഹലാൽ തിന്നൂടാ? പെട്ടെന്ന് മരിക്കുന്നതല്ലേ, അല്ലേ? അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ അപകടങ്ങളിൽ മരിക്കുന്ന ഇപ്പൊ കോഴിയാണെങ്കിലൊക്കെ തന്നെ അതിന്റെ രക്തം മേ ബി ഒഴുകി പോകണം നിർബന്ധമില്ല. മറ്റു നമ്മൾ അറുത്തിട്ട് നമ്മൾ കാണുന്നതാണ് ഒഴുകിപ്പോയി എന്നുള്ള. മറ്റു അപകടം ചിലപ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടി മരിച്ചതോ, അത് അപകടം തട്ടിപ്പാടോ അങ്ങനെയൊക്കെ ആവാലോ. അപ്പൊ രക്തം ഉള്ളിൽ തന്നെ കട്ടയായിട്ടാണോ ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അതും നമുക്ക് ഹലാലല്ല എന്നുള്ളതാണ്. രോഗം മാത്രമല്ല ഹറാമാകാൻ കാരണം. അപ്പൊ ഇതിലൊന്നും നമ്മൾ അതില് കൂടുതൽ ഡീറ്റെയിൽ ആയി പോകണ്ട. പക്ഷെ അള്ളാഹ് അത് ഹറാമാണെന്ന്, ഇത്തരത്തിലുള്ളതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ പേരിൽ അറുത്ത് ശരിക്കും നമ്മൾ അറുത്തത് മാത്രമാണ് ഹലാൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചായി ഒരു മൃഗത്തിൽ നിന്ന് അത് ജീവിച്ചിരിക്കെ മുറിച്ചെടുക്കപ്പെടുന്നത് ശവമാകുന്നു. അപ്പൊ അതായത് ഇപ്പൊ ഒരു കോഴി, ആ കോഴീന്റെ ശരീരത്തിൽ നിന്ന് ജീവനുണ്ട്, ചത്തതൊന്നല്ല, ജീവനുണ്ടെങ്കിലും ആ ശരീരത്തിന്റെ ഒരു ഭാഗം എങ്ങനെയെങ്കിലും നമുക്കത് മുറിച്ചെടുക്കുക ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ശവമായിട്ടാ പരിഗണിക്കുക. അല്ലാതെ അത് ഇതല്ല, അത് തിന്നാൻ പറ്റുന്നതല്ല, ഹലാലല്ല. ഇനി മത്സ്യത്തിന്റെയും വെട്ടുകളുടെയും ശവത്തെ ശരീരത്തിൽ നിഷിദ്ധതയിൽ നിന്ന് ഒഴിവാക്കിയത്, അതായത് അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് എങ്ങനെയാണ് ഈ പിന്നെ മത്സ്യവും വെട്ടുകിളികളും ഇതിൽ നിന്ന് ഹലാലാന്ന് വെച്ചാൽ, അറുക്കപ്പെട്ട മൃഗത്തിന്റെ ഗർഭാശയ, അതായത് 2 ശവങ്ങളും 2 ചോരയും നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കും എന്നുള്ള ഹദീസ് ഉണ്ട്. അതായത് 2 ശവങ്ങൾ എന്ന് പറയുന്നത് മത്സ്യവും വെട്ടുകിളിയും, ഇതിന്റെ ശവം ഓക്കെയാണ്. പിന്നെ 2 ചോര എന്ന് പറയുന്നത് പ്ലീഹയും കരളും. നമുക്കറിയാം, നമ്മള് പിന്നെ ഈ ശരിക്ക് ദമ് എന്ന് പറയുന്ന ഒരു ചോരയാണല്ലോ ഹറാമായിട്ട് ഈ ആയത്തിൽ പറയുന്നുണ്ട്, ചോര. പക്ഷെ ചോര നമ്മളിപ്പോ കരളിലൊക്കെ ചോരന്റെ ഇതാണ് കെട്ടി നിൽക്കുന്നത്, അല്ലെ? പ്ലീഹ എന്ന് പറയുന്ന ഇപ്പൊ കോഴിന്റെ ആണെങ്കിലും ഇതിന്റെ ഒക്കെ ആണെങ്കിൽ പോത്തിന്റെ ഒക്കെ ആണെങ്കിൽ ഇത്തരം അവയവങ്ങളില് ബ്ലഡ് ഉണ്ടാവാം ഉള്ളിൽ കെട്ടി നിൽക്കുന്ന. പക്ഷെ അത് ഓക്കെയാണ്. അത് നമ്മൾ അറുക്കപ്പെട്ട് അള്ളാന്റെ പേരിൽ അറുക്കപ്പെട്ട് നമ്മളത് മുറിക്കുമ്പോൾ അതിനുള്ളിൽ അത്തരത്തിലുള്ള 2 അവയവങ്ങൾ ഉണ്ടെങ്കിൽ അത് തിന്നുന്നതിൽ കുഴപ്പമില്ല, അതിൽ ബ്ലഡ് കണ്ടാലും. അങ്ങനെ മനസ്സിലായില്ലേ? പിന്നെ അറുക്കപ്പെട്ട അതായത് ഒരു അറുത്ത മൃഗത്തിന്റെ ഗർഭാശയത്തിൽ ജീവനില്ലാത്ത കുഞ്ഞ് കണ്ടാൽ അതും ഓക്കെയാണ്. ഇപ്പൊ ഒരു അല്ല, ഒരു പശുവിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ കോഴീന്റെ ഉള്ളിൽ മുട്ട അതുപോലത്തെ എന്തെങ്കിലും ചെറിയ ജീവികൾ അത് ഗർഭിണി ആയിരിക്കെ, ഈ പിന്നെ അല്ലെ, പശുവിന്റെ ഒക്കെ ഗർഭിണി ആയിരിക്കെ അതിനെ അറുത്ത അവസ്ഥയിൽ അത് ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് ചത്ത പോലെ ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അത് ശവമാണെന്ന് വിചാരിച്ച് തിന്നാതിരിക്കേണ്ട, ഹറാമാകുന്നില്ല. പക്ഷെ അത് അറുക്കപ്പെട്ട ഒരു സാധനത്തിനുള്ളിലുള്ള ചത്ത കുഞ്ഞാണ്. അപ്പൊ അത് ഓക്കെയാണ്. ഇനിയിപ്പോ കുഞ്ഞിനെ, അത് അറുക്കപ്പെട്ട ഒരു ജീവിയുടെ നമ്മൾ തുറക്കുന്ന സമയത്ത് ഉള്ളിലുള്ള ഗർഭപാത്രത്തിലുള്ള കുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ അറുക്കണം. അറുത്താലാണ് അത് ഹലാലാകുന്നത്. അറുത്തിട്ട് സാധാരണ അറുക്കുന്ന പോലെ തന്നെ അള്ളാന്റെ പേരിൽ അറുത്തിട്ടാണ് പിന്നെ അതിനെ തിന്നാൻ പറ്റുകയുള്ളൂ. അതായത് ഗർഭസ്ഥ ശിശു ജീവനുള്ളതാണെങ്കിൽ അതിനെ വേറെ തന്നെ അറുക്കണം. ചത്ത ജന്തുക്കളുടെ മാംസം ഭക്ഷിക്കുന്നത് മാത്രമേ നിഷിദ്ധമാകുന്നുള്ളൂ. അവയുടെ തുകൽ, അതായത് ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചത്തതിന്റെ ഇറച്ചി തിന്നുന്നത് മാത്രമേ ഹറാമുള്ളൂ. അതിന്റെ തോലെടുത്തിട്ട് ഇപ്പൊ വല്ല പശു പോത്തൊക്കെ ചത്തതുണ്ടെങ്കിൽ തോലെടുത്തിട്ട് അതിനെ ഉറക്കിടുന്നതോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടോ പ്രശ്നമില്ല. അതൊന്നും ഹറാമിൽ പെടുന്നതല്ല. നമ്മൾ തിന്നുന്നത് മാത്രമാണ്, ഇറച്ചി തിന്നുന്നത് മാത്രമാണ് ഹറാമാകുന്നത്. ഇനി ഭക്ഷിക്കുന്ന നിഷിദ്ധമായ രണ്ടാമത്തെ പദാർത്ഥം ചോര. ഇത് നിങ്ങൾക്ക് ശവവും അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ, അല്ലെ? മത്സ്യവും വെട്ടുകിളി അത് ഓക്കെയാണ്. കരജീവികളില് പറഞ്ഞ ഇത് 3 വെട്ടുകിളി മാത്രം. വെള്ളത്തിലുള്ള എല്ലാം ചത്താലും ഓക്കെയാണ്. പിന്നെ ഈ അറുക്കപ്പെടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, രക്തം ഒഴുകി പോണം, അങ്ങനെ വെറുതെ അങ്ങനെ അതൊന്ന് മനസ്സിലാക്കി വെക്കുക.
ഇനി രണ്ടാമത് പറഞ്ഞത് ചോര. ചോര പിന്നെ ഇവിടെ പറയുന്ന ചോര, ഈ ആയത്ത് പറയുന്ന ദമ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ്രവരൂപത്തിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള ചോരയാണ്. ഇങ്ങനെ ഒലിച്ചിട്ടുള്ള വെള്ളം പോലത്തെ ചോരയാണ് പറയുന്നത്. അതായത് പിന്നെ ഈ ഒരു ആയത്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്ലീഹ കരൾ പോലെയുള്ള അവയവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചോര നിറഞ്ഞ അത് ഒഴുകുന്നതല്ല, അത് പിന്നെ ഒരു കട്ട പിടിച്ച പോലത്തെ ചോരയാണല്ലോ, അതുകൊണ്ട് അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ സാധാരണ ചില ചിക്കനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട് അല്ലെ, ചിക്കന്റെ ഉള്ളിൽ ചോര പെട്ടെന്ന് അങ്ങനെ വരുന്നത് കാണാം, എവിടെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം ചിലപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത്തരത്തിലുള്ള ചോര അത് കെട്ടി നിൽക്കുന്ന ചോരയില്ല, അത് കുഴപ്പമില്ല, അങ്ങനെ അത് പ്രശ്നമല്ല. ചിലപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ കുറച്ചൊരു ചോരന്റെ ഇത് വരുന്നത്, അത് പ്രശ്നമില്ല എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത്. ദഹനേന്ദ്രിയങ്ങൾക്ക് വഴങ്ങാത്ത എന്തുകൊണ്ടാണ് പിന്നെ ചോര മലിനവസ്ഥ ആകുന്നതിന്റെ ഒരു കാരണം ഇവിടെ പറയുന്നത്, ദഹനേന്ദ്രിയങ്ങൾക്ക് വഴങ്ങാത്തതും ആരോഗ്യത്തിന് ഹാനികരവുമായ അണുക്കൾ ഉൾക്കൊള്ളുന്നതുമായ മലിനപദാർത്ഥമായത് കൊണ്ടാണ് രക്തം ആഹരിക്കുന്ന നിഷിദ്ധമാക്കപ്പെടുന്നതെന്ന് കരുതപ്പെടുന്നു. ഇത് ഖുറാനിൽ പറഞ്ഞതല്ല കേട്ടോ. ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് രക്തം ഹറാമാക്കുന്നത് എന്നുള്ളതിന്റെ കാരണം ഖുറാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇങ്ങനെ കരുതപ്പെടുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നേരെ മറിച്ച് മദ്യത്തിന് നമ്മൾ ചില നിയമങ്ങള്, ഇപ്പൊ അല്ലാഹ് നിങ്ങൾക്ക് മദ്യം ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില നിയമങ്ങൾ പറയുമ്പോൾ അതിന് ബാക്കിൽ തന്നെ അതിന് കാരണവും പറയും. കാരണം നിങ്ങളെ മദ്യം നിങ്ങളുടെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാരണം അതിന് പറയാറുണ്ട് ചില ആയത്തുകൾ. പക്ഷെ ചില നിയമങ്ങളുടെ ബാക്കിൽ അതിന്റെ കാരണം പറയാതെ തന്നെ അള്ള പറഞ്ഞ നിയമങ്ങളുണ്ട്. അപ്പൊ നമ്മളത് അങ്ങനെ എടുത്ത് വിശ്വസിക്കുക എന്നുള്ളത് മാത്രം. അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചാലേ ഞാൻ വിശ്വസിക്കുള്ളൂ, അതിന്റെ ലോജിക്ക് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിശ്വസിക്കുള്ളൂ, ഞാനത് ജീവിതത്തിൽ പകർത്തുള്ളൂ എന്നുള്ളൊരു മുഅ്മിന് പറയാൻ കഴിയില്ല. അള്ള പറഞ്ഞോ അത് ഞാൻ അനുസരിക്കും, പക്ഷെ അതിന്റെ ലോജിക്ക് എന്താണെങ്കിലും. ഇപ്പൊ ചിലതിന്റെ ലോജിക്ക് അള്ളാഹ് തന്നെ ഖുർആനിൽ വ്യക്തമാക്കി, ചിലത് ഒന്നും പറയാതെയും വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ദമ് എന്ന് പറയുന്ന രക്തം അത് എന്തുകൊണ്ട് എന്നുള്ളത് ഇങ്ങനെ കരുതപ്പെടുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ നിഷിദ്ധ പദാർത്ഥം ഇവിടെ പറഞ്ഞത് ലഹ്മുൽ ഖിൻസീറാണ്, പന്നിയുടെ മാംസം. അപ്പൊ അതായത് പിന്നെ ഈ നിഷിദ്ധത എന്തുകൊണ്ടാണ് പന്നിയുടെ മാംസം ഹറാം എന്ന് പറഞ്ഞതിന്റെ കാരണം ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. ശവവും ചോരയും നിഷിദ്ധമാക്കുന്നതിന്റെ യുക്തി നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു വ്യക്തമാണ് അല്ലെ. ഇപ്പൊ ചോര അത് കുറച്ചും കൂടിയൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ശവം എന്നുള്ളതൊക്കെ ചോരയും തിന്നാത്ത മറ്റു. പക്ഷെ ഈ പന്നിയുടെ മാംസം എന്തുകൊണ്ടാണെന്നുള്ളതിന് നമുക്കൊരു ഇത് കിട്ടുന്നില്ല അല്ലെ. ഒരുപാട് ആളുകൾ അത് കഴിക്കുന്നുണ്ട്, പല പല വേറെ മതത്തിലുള്ള ആളുകൾ. പക്ഷെ ഇതിൽ അവർ പറയുന്നതിന്റെ ഒരു സയന്റിഫിക്കലി പറയുന്നത് അതിന്റെ ഒരു മാരകമായ ഒരു വിര അതിന്റെ ഉള്ളിലുണ്ട്, അത് നന്നായി വേവിച്ചാൽ മാത്രമേ അത് ചത്തുപോകുള്ളൂ എന്ന് പറയുന്നു. പിന്നെ അതുമല്ല, ഈ പന്നി ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് ശരിക്കും അത് മലീമസമായ ചുറ്റുപാടാണ്. ഈ പന്നി ഇഷ്ടപ്പെടുന്നത്, അതായത് മാലിന്യങ്ങൾ തിന്നുകയും ചെയ്യും. വൃത്തികെട്ട നിർലജ്ജവുമാണ് മൃഗമാണ് പന്നി എന്ന കാര്യം വ്യക്തമാണ്. അതിന്റെ മാംസം ഭക്ഷിക്കുന്ന ആ സ്വഭാവങ്ങൾ മനുഷ്യരെയും സ്വാധീനിക്കാൻ കാരണമാകുന്നത് കൊണ്ടാവാം മേ ബി അള്ളാഹു നിരോധിച്ചെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ നിരോധത്തിന്റെ കാരണം അതിനേക്കാൾ പ്രധാനം നമുക്ക് അജ്ഞാതവുമായ മറ്റു വല്ലതും ആയിക്കൂടെന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ആ വിരയുള്ളത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ഈ പന്നി മറ്റിടത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് വേണ്ടാത്ത സ്ഥലങ്ങൾ വൃത്തികെട്ട സ്ഥലങ്ങൾ ഒന്നും നമ്മൾ വെറുതെ ചിന്തിക്കാന്നല്ല. മേ ബി അതിനെക്കാട്ടിലും വലിയ യുക്തി ഇതിനുണ്ടായിരിക്കാം. അത് ഖുർആനിൽ പറയാത്രത്തോളം കാലം നമുക്ക് ഇതാണെന്ന് പറയാൻ കഴിയില്ല. മേ ബി അത് അള്ളാഹ്ക്ക് വിടാനും മാത്രമേ പറ്റൂ. ഇത്രയും മുത്തശാബിഹത്ത്, അതായത് ഇത് നമുക്ക് ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ പന്നിമാംസം ഹറാമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി ഭക്ഷിക്കുന്ന നിഷിദ്ധമായ നാലാമത്തെ വസ്തുവാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട മൃഗങ്ങളുടെ മാംസം. അതായത് പിന്നെ മനസ്സിലായല്ലോ അല്ലെ, അള്ളാഹിന്റെ പേരില് അതായത് വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലി നടത്തിയ മാംസവും ആരുടെയും പേരിൽ അല്ലാതെ അറുക്കപ്പെട്ട മാംസവും പുണ്യാത്മാക്കളുടെ പേരിൽ അറുക്കപ്പെടുന്ന മാംസവും എല്ലാം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്ന മാംസത്തിൽ പെടുന്നു. അതായത് ഇപ്പൊ നമ്മള് ആരെ പേരിൽ അർത്ഥതല്ല, വെറുതെ അർത്ഥതാണെങ്കിലും അത് നമുക്ക് പറ്റില്ല. നമ്മൾ അറക്കുമ്പോൾ അള്ളാഹിന്റെ പേരിൽ തന്നെ ഒരു ജീവിയെ ബലി കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കത് അറുക്കുമ്പോൾ മാത്രമാണ് അതിന് നമുക്ക് ഹലാലാകുന്നത്. പിന്നെ ഇങ്ങനെയുണ്ട്, വേദക്കാരായ ജൂതരും ക്രൈസ്തവരും അടിസ്ഥാനപരമായ ഏകദൈവത്വം ആയവരത് കൊണ്ട് അവർ അറുത്ത മാംസം അള്ളാഹുവിന്റെ പേരിൽ അറുത്തതിൽ പെട്ടതായി കണക്കാക്കാം. പക്ഷേ അവർ അറുത്തിട്ടുള്ളത് അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭക്ഷിക്കാവതല്ല. അതായത് ഖുറാന്റെ വെളിച്ചത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ ഇങ്ങനെ വിഗ്രഹങ്ങളൊന്നും ആരാധിക്കാതെ ദൈവം ഉണ്ടെന്ന്, ആ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന
ആളുകളാണ് അത് കൊണ്ട് അവർ അറുക്കപ്പെട്ട മാംസം തിന്നാമെന്ന് പറയുന്നു. ഇപ്പൊ വേറെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹലാല് കിട്ടാൻ നല്ല പ്രയാസമാണ് അല്ലെ, നല്ല ബുദ്ധിമുട്ടാണ്. ഹലാൽ ഷോപ്പുകൾ പോയി നോക്കി അവിടുത്തെ അങ്ങനത്തെ ഇറച്ചിക്കടയിൽ നിന്ന് മാത്രമേ നമുക്ക് വാങ്ങിയാൽ നമ്മൾ പറഞ്ഞ പോലെ ബിസ്മി ചൊല്ലി അറുത്തത് ഉണ്ടാവുള്ളൂ, മുസ്ലിങ്ങൾ അറുത്തത്. അല്ലാതെ ഈ ഒരു പക്ഷേ ഈ ഷോപ്പുകളിലൊക്കെ ഉള്ളതൊക്കെ തന്നെ എന്താവും, പിന്നെ ഈ ജൂതന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സെന്ററുകളിൽ നിന്ന് അറുത്ത് വരുന്ന ഒരുപാട് ഇറച്ചികളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ളത് അവര് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവരറുത്തത് ആ ദൈവത്തിന്റെ പേരിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തിന്നാം എന്നാ പറയുന്നത്. പക്ഷെ അവർ അറുത്തിട്ടുള്ളത് അള്ളാഹിന്റെ പേരിലല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ തിന്നാൻ പാടില്ല, അത് ഹറാമാകുന്നു. അപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പത്തെ കാലത്ത് ജൂതന്മാര് ക്രിസ്ത്യാനികള് മുസ്ലിങ്ങൾക്കെതിരെ പല ഗൂഢതന്ത്രങ്ങളും പ്രയോഗിക്കുന്നത് കൊണ്ട് അവരെന്ത് മുസ്ലിങ്ങളെ മാനസികമായി ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് അറിയില്ല എന്നൊക്കെ ഇതിന്റെ പേരിൽ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഇറച്ചികള് അവോയ്ഡ് ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. സംശയത്തിൽ നിന്ന് മാറി നിൽക്കുക, അത്തരത്തിലുള്ളതിന്ന് ഒക്കെ ശുദ്ധമായി ജീവിക്കുക എന്നുള്ളത് കൊണ്ട് അതെല്ലാം അവോയ്ഡ് ചെയ്യുന്ന മുസ്ലിങ്ങളും ഉണ്ട്. പക്ഷെ അങ്ങനെ തിന്നുന്ന മുസ്ലിങ്ങളെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. അവരെന്താ തിന്നുന്ന അല്ലെ, അങ്ങനെ പറയുന്നവരുണ്ട്. അവരെന്താ അങ്ങനെ തിന്നുന്ന, അങ്ങനെ നോക്കണ്ടേ. പക്ഷെ അതും അവരെയും നമുക്ക് അങ്ങനെ അങ്ങോട്ട് അടിച്ചാക്ഷേപിക്കാൻ കഴിയില്ല. അത് ഖുറാനിൽ അങ്ങനെ ഒരു വിശാലമായി വിട്ടൊരു വിഷയമാണത്. ഇനി അടുത്തത്, ശവത്തിന്റെയും രക്തത്തിന്റെയും പന്നിമാംസത്തിന്റെയും മ്ലേച്ഛത ഏറെക്കുറെ പ്രത്യക്ഷമാണ്, എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഉച്ചരിച്ചത്. ഇപ്പൊ നമുക്കിവിടെയൊക്കെ ഈ ഓരോ ഇറച്ചിയുടെയും ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും അതിന്റെ ഒരു യുക്തി മനസ്സിലാവും. ഇപ്പൊ പന്നീന്റെ ഇതൊക്കെ ഇറച്ചി, പക്ഷെ അള്ളാന്റെ പേരിൽ അല്ലാതെ അർത്ഥ തന്നെയാണ്, രക്തം ഒഴുക്കിക്കളഞ്ഞത് തന്നെയാണ്. പക്ഷെ പേര് പറയുമ്പോ ബിസ്മില്ല പറഞ്ഞിട്ടില്ല. ശരിക്കും ആ ഇറച്ചിക്ക് എന്താ കുഴപ്പം നമ്മൾ ചിന്തിക്കാം, ഒരു മനുഷ്യൻ. അല്ല, രക്തമൊക്കെ ഒലിച്ചു പോയി, പിന്നെന്താണ് അർത്ഥതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? സാധാരണ മുസ്ലിം അർത്ഥതും അമുസ്ലിം അർത്ഥതും എന്താ വ്യത്യാസം നമ്മൾ പക്ഷെ ചോദിച്ചേക്കാം. ഇവിടെ പറയുന്നത് അതിന്റെ യുക്തിയിൽ അതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാല്, അതിന്റെ അള്ളാഹു അല്ലാത്തവരുടെ അത് നിഷിദ്ധമാകുന്നത് ആന്തരികവും ധാർമ്മികവുമായ മ്ലേച്ഛത മൂലമാണ്. അതിലല്ലാതെ ഇറച്ചിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, ഉള്ളിലുള്ള നമ്മളുടെ ആ വിശ്വാസമാണ് അവിടെ മ്ലേച്ഛമാകുന്നത്. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ ബുദ്ധിപരവും ആന്തരികവുമായ ഏറ്റവും കടുത്ത മാലിന്യമാകുന്നു ഷിർക്ക് അഥവാ ബഹുദൈവത്വം ആകുന്ന വൃത്തികേട്. ശുദ്ധമായ വല്ലതിനെയും തീണ്ടിയാൽ അതും അശുദ്ധമാകും. സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, ശവവും രക്തവും പന്നിമാംസവും നിഷിദ്ധമാണെന്ന് പ്രസ്താവിച്ച ശേഷം അവ മാലിന്യമാണ്, ഫൈന്നഹു റിജ്സു എന്നാ പറയുന്നത്. അവയുടെ മലിനത പ്രകടമാകുന്നു എന്നർത്ഥം. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതിനെ കുറിച്ചു, അല്ലെങ്കിൽ പാപകരമായി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് എന്നാണ്. അതിന്റെ മലിനത പ്രകടമല്ല, ബുദ്ധിപരവും വിശ്വാസപരവുമാണ് എന്ന് താല്പര്യം. വിശ്വാസികളിൽ പ്രത്യക്ഷമായ മാലിന്യങ്ങൾ നീക്കിക്കളയുക മാത്രമല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം, പരോക്ഷമായ മാലിന്യങ്ങളെയും അത് ദൂരീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രത്യക്ഷമായ മലിന വസ്തുക്കളോടൊപ്പം ആന്തരികവും ആത്മീയവുമായ മാലിന്യങ്ങൾ, അശുദ്ധമായ വസ്തുക്കളെയും അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതായത് നിങ്ങൾ സൂറത്തുൽ അൻആമിൽ പറയുന്നു, നിങ്ങൾ പ്രത്യക്ഷവും പരോക്ഷമായ പാപങ്ങൾ വർജിക്കുവിൻ. ഭക്ഷ്യയോഗ്യമായ വിധത്തിൽ പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചു വന്ന അള്ളാഹുവാണ്. ഭക്ഷിക്കുന്നതിന് വേണ്ടി അവയെ വധിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുകയും അവൻ വധിക്കാൻ നിർദ്ദേശിച്ച വിധത്തിൽ തന്നെ വധിക്കുകയും ചെയ്യാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യാതെ അള്ളാഹു സൃഷ്ടിച്ചു തന്ന ജീവികളെ അവനല്ലാത്തവരുടെ പേരിൽ അവരുടെയൊക്കെ അനുഗ്രഹമായി ലഭിച്ചതാണെന്ന മട്ടിൽ അറുക്കുന്നത് തികഞ്ഞ നന്ദികേടാകുന്നു, ദൈവനിന്ദയാകുന്നു. ഇങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും അറുക്കപ്പെട്ട മാംസം വിശ്വാസികൾ നിസ്സങ്കോചം ഭക്ഷിക്കുന്നത് അവർ ആ ദൈവനിന്ദയെ നിസ്സാരമായി കാണലാകുന്നു. ആ അവഗണന വിശ്വാസികളുടെ മനസ്സിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തും. കാലക്രമത്തിൽ അവരുടെ മനസ്സുകൾ ദൈവത്വപരമാകുന്ന വൃത്തികേടിനാൽ മലീമസമാകും. ഏകദൈവ വിശ്വാസത്തിന്റെ തനിമയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നതിന് ബഹുദൈവത്വം തീണ്ടിയ എല്ലാ സംഗതികളെയും വർജിക്കേണ്ടത് ആവശ്യമാകുന്നു. അത് ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, മറ്റെന്തെങ്കിലും ആവട്ടെ. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പൊ അവസാനം പറഞ്ഞ അള്ളാന്റെ പേരിൽ അറുവമാ ഉഹില്ല ബിഗൈരില്ല, അള്ളാന്റെ പേരിൽ അറുക്കപ്പെടാത്ത എന്ന് പറയുന്നിടത്തുള്ള പ്രശ്നം മാംസത്തിനല്ല, അത് അറുക്കപ്പെട്ട് അള്ളാന്റെ പേരിൽ അല്ലാത്ത ഒരാൾക്ക് അതിനെ അവർ സമർപ്പിക്കുകയാണ്. കാരണം ഈ ഭക്ഷണ സാധനങ്ങളും ഈ ജീവികളും ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ എന്ന ആ ഒരു ജീവിക്ക് വേണ്ടിയിട്ടാണ്. അവന്റെ ജീവിതം സുഗമമാക്കാൻ വേണ്ടി അള്ളാഹ് കൊടുത്തതാണ് ഇതൊക്കെ. അപ്പൊ അള്ളാഹിന്റെ അനുഗ്രഹമായി നമ്മൾ കരുതേണ്ട ഒരു സാധനം വേറൊരാളുടെ പേരിൽ, ഏതോ ഒരാളുടെ പേരിൽ അറുത്തിട്ട് അവർക്കുള്ള നന്ദി സൂചകമായിട്ട് അറുത്തിട്ട് പറയുമ്പോ എന്താ നമ്മൾ പറയുന്നത്? ഇതൊന്നും അള്ളാഹ് തന്നതല്ല എന്നുള്ള ഇതിലാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അത് സ്ഥിരമായി തിന്നു കഴിഞ്ഞാൽ
നമ്മുടെ ഈ വിശ്വാസത്തിന് തന്നെ അതിനൊരു ഇത് മലീമസമാകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ബഹുദൈവ വിശ്വാസത്തിന്റെ പേരിൽ അറുക്കപ്പെട്ട ആ ഒരു സാധനം മാംസം അത് ശുദ്ധമാണെങ്കിലും ഇറച്ചി ഇച്ചൽ ശുദ്ധമാണെങ്കിലും അതിനെ ഹറാമായിട്ട് ഇസ്ലാം കാണുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം. അടുത്ത ആയത്തില് ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ് വയശ്തറൂന ബിഹി തമനൻ ഖലീല ഉലൈക മാ യഖുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാറ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അള്ളാഹു അവന്റെ വേദത്തിൽ അവതരിപ്പിച്ച വിധിവിലക്കുകൾ പൂഴ്ത്തിവെക്കുകയും തുച്ഛമായ ഐഹിക ലാഭങ്ങൾക്ക് വേണ്ടി വിൽക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവർ വാസ്തവത്തിൽ തങ്ങളുടെ ഉദരങ്ങളിൽ നിറക്കുന്നത് തീയാകുന്നു. അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയേയില്ല, അവരെ ശുദ്ധീകരിക്കുകയുമില്ല, അവർക്കുള്ളത് നോവുന്ന ശിക്ഷയാകുന്നു. ഇനി ആയത്തിന്റെ വാക്കർത്ഥം. ഇന്നല്ലദീന, ഇന്ന തീർച്ചയായും, അല്ലദീന ഒരു കൂട്ടർ, എങ്ങനെയുള്ളവർ, യക്തുമൂന കതമ യക്തുമു മറച്ചു വെക്കുന്നു, യക്തുമൂന അവർ മറച്ചു വെക്കുന്നു, യാ കൊണ്ട് തുടങ്ങിയത് കൊണ്ട് അവർ എന്നുള്ളതാണ്, വാവും നൂനുള്ളത് കൊണ്ടാണ് പ്ലൂറൽ ആയത്. യക്തുമൂന്നാണ് അവൻ എന്നുള്ളതിന് വാവും നൂനും വരുമ്പോ അവർ എന്നായി മാറും. യക്തുമൂന അവർ മറച്ചു വെക്കുന്നു, മാ അൻസലല്ല, മാ എന്താണോ, അൻസല ഇറക്കി, അള്ളാഹു അള്ളാഹു, അപ്പൊ എന്താണോ അള്ളാഹു ഇറക്കിയത് അതിനെ അവർ മറച്ചു വെക്കുന്നു. മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന്, പുസ്തകത്തിൽ നിന്ന്, ഇവിടെ പുസ്തകം ഉദ്ദേശിച്ച് വേദഗ്രന്ഥം, മിന എന്ന് പറഞ്ഞ ഫ്രം, അൽ കിതാബ് പുസ്തകം, വ ആൻഡ് യഷ്തറൂന അവര് വാങ്ങുന്നു, ഇഷ്തറ യഷ്തരി അല്ലെ, യഷ്തറൂൻ, പിന്നെ അവര് വാങ്ങുന്നു, യഷ്തറൂന അവർ വാങ്ങുന്നു, ബിഹി അതിന് പകരമായി, അതായത് ഏതിന് പകരമായിട്ട്, ഈ വേദഗ്രന്ഥത്തിലെ വാക്കുകൾക്ക് പകരം അവര് അതിനെ വിറ്റിട്ട്, തമനം ഖലീല, തമന് എന്ന് പറഞ്ഞ വില, ഖലീൽ എന്ന് പറഞ്ഞ തുച്ഛം, കുറച്ച് എന്നുള്ള അർത്ഥം ഖലീല്. അപ്പൊ അവരിതൊക്കെ ചെയ്യണ എന്തിനാണ്, ചെറിയ ചെറിയ ഭൗതികമായ തുച്ഛമായ ലാഭം അല്ലെങ്കിൽ നേട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പണി അവർ ചെയ്യുന്നത്. അള്ളാഹിന്റെ വേദഗ്രന്ഥം കൊണ്ട് അവർ കളിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ വിറ്റിട്ട് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ നേട്ടം കിടാൻ വേണ്ടി. ഥമൻ എന്ന് പറഞ്ഞ വില, ഖലീല കുറച്ച്. ഉലായിക അക്കൂട്ടർ, മായ കുലൂന അവർ ഭക്ഷിക്കുന്നില്ല, മാ എന്ന് പറഞ്ഞ ഇവിടെ ഇല്ല എന്നുള്ള അർത്ഥം, മാ എന്നുള്ള രണ്ടർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്, ഒന്ന് ഇല്ല എന്നും ഒന്ന് യാതൊന്ന് എന്നുള്ള തരത്തിലും. ഇവിടെ മായ കുലൂന, അക്കല കുലു, അക്കല തിന്നു, കുലു അവൻ തിന്നുന്നു, കുലൂന അവർ തിന്നുന്നു. അപ്പൊ യക്കുലൂന അവർ തിന്നു, മാ യക്കുലൂന അവർ ഭക്ഷിക്കുന്നില്ല, ഫി ബുത്തൂനിഹിം, ഫി ഇൽ, ബുത്തൂൻ എന്നുള്ള ബത്തുനിന്റെ പ്ലൂറലാണ് ബുത്തൂൻ, ബുത്തൂനിഹിം അവരുടെ വയറുകളിൽ, ബുത്തൂന് വയറുകൾ, ഹും അവരുടെ, ഇല്ലന്നാർ ഇല്ല എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് നാർ തീയല്ലാതെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ മായും ഇല്ലയും കൂടി പോസിറ്റീവ് ആവും. അതായത് മാ എന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ. അപ്പൊ ഇതല്ലാതെ അവർ ഭക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അതാണ് തീയാണ് ഭക്ഷിക്കുന്നത് എന്നർത്ഥം. രണ്ട് നെഗറ്റീവ് ഒരു പോസിറ്റീവായി മാറും. ഇവഞ്ച്വലി അത് അങ്ങനെയാണ് ആൻസർ, അതിന്റെ മീനിങ് വരുമ്പോ വരിക. അപ്പൊ അവർ തീയല്ലാതെ, അവരുടെ വയറുകളിൽ തീയല്ലാതെ അവർ തിന്നുന്നില്ല എന്നർത്ഥം. പിന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു തീർച്ചയായും അള്ളാഹു ഇറക്കിയതിനെ മറച്ചു വെക്കുന്നവർ, മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ, വയഷ്തറൂന ബിഹി സമനം ഖലീൽ അതിന് പകരമായ ഒരു തുച്ഛമായ വിലക്ക് വേണ്ടി അതിനെ വിറ്റുവാങ്ങുന്നു. ഉലായിക്കമായ കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ അക്കൂട്ടർ അവരുടെ വയറുകളിൽ നാറല്ലാതെ തീയല്ലാതെ തിന്നുന്നില്ല. വലാ യുക്കല്ലിമുഹും, വാ ആൻഡ് ലാ ഇല്ല, യുക്കല്ലിമുഹും കല്ലമ യുക്കല്ലിമു അല്ലെ, കലാം എന്ന് പറഞ്ഞാൽ എന്താണ്, വാക്ക്, കലാമുള്ള അള്ളാന്റെ വാക്ക്. അപ്പൊ അതുപോലെ കല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നാണ്, യുക്കല്ലിമു സംസാരിക്കുന്നു, ലാ യുക്കല്ലിമു സംസാരിക്കുകയില്ല, ഹും അവരോട്, അവരോട് ആര്, അള്ളാഹു സംസാരിക്കും, വലാ യുക്കല്ലിമുഹുമുല്ലാഹു അള്ളാഹു, ഇവിടെ അവരോട് എന്നുള്ളതിന്റെ എന്താ വാക്ക്, ഹുമൂന്നാണ്. അപ്പൊ അവരോട് സംസാരിക്കുകയില്ല ആര്, അള്ളാഹു, യൗമൽ ഖിയാമ അന്ത്യനാളിൽ അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ. യൗമ എന്ന് പറഞ്ഞ ദിവസം, ഖിയാമ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന എന്നല്ലേ, ഖാമ യഖൂമു ഖിയാമ നിർത്താം. അപ്പൊ ആ അന്ത്യനാളിനാണ് പറയാം യൗമുൽ ഖിയാമ, ആ നിൽക്കുന്ന നാളിൽ, അന്ത്യനാളിൽ അവസാന നാളിൽ സംസാരിക്കുകയില്ല. വ ആൻഡ് ലാ യുസക്കീഹിം, സക്ക അല്ലെ, യുസക്കി, യുസക്കി അല്ലെ, സംസ്കരിക്കുക, പരിശുദ്ധമാക്കുക. സക്കാത്തില്ലേ, സക്കാത്ത് ശരിക്കും എന്താണ്, സ്വന്തം പണത്തെ, സമ്പത്തിനെ സംസ്കരിക്കുന്നതിനാണ് സക്കാത്ത് കൊടുക്കുക അല്ലെ.
അപ്പോ തസ്കിയത്ത് എന്നൊക്കെ പറയുന്ന ആ വാക്ക്. അപ്പൊ യുസക്കി എന്നുള്ളത് സംസ്കരിക്കുക, ശുദ്ധീകരിക്കുക. വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയില്ല. ആര്? അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയുമില്ല, അവരോട് സംസാരിക്കുകയുമില്ല. വ ആൻഡ് ലഹും, അവർക്കുണ്ട് അദാബ്, ശിക്ഷ. എങ്ങനെയുള്ള ശിക്ഷ? അലീം, വേദനാജനകമായ, അല്ലെങ്കിൽ വേദനയേറിയ. വളരെ എളുപ്പമാണ് ഈ ഒരു ആയത്തിൽ അർത്ഥം. 1, 2, 3 പുതിയ വാക്കുകളെ പുതിയതുള്ളൂ. യക്തുമൂന, കത്തമ യക്തുമു, മറച്ചു വെക്കുക എന്നുള്ള പുതിയ വാക്കാണ്. ഇഷ്തറ, അല്ലെ, വാങ്ങി. ഇഷ്തറൂന, അവർ വാങ്ങുന്നു. സമന്, വില. അങ്ങനെ ബുത്തൂന് എന്ന് പറഞ്ഞാൽ വയറുകൾ. ബത്തുന്, ബുത്തൂന്, വയറ്. അല്ലെ ഖുറാൻ അതുപോലെ ഈ ബത്തുന് എന്നുള്ളതിന് ഉള്ള് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബത്തുനി മക്ക, മക്കയുടെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിന് ഉപയോഗിക്കാറുണ്ട്. ബാത്തിന എന്ന് പറഞ്ഞാല് ഉള്ളിലുള്ള എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. യുക്കല്ലിമു, കല്ലമ യുക്കല്ലിമു, സംസാരിക്കുക. അപ്പൊ അള്ളാഹുവിനോട് സംസാരിക്കുകയില്ല. വേദത്തിൽ, അതായത് അള്ളാഹു അവന്റെ വേദത്തിൽ അവതരിപ്പിച്ച വിധിവിലക്കുകൾ പൂഴ്ത്തിവെക്കുകയും തുച്ഛമായ ഐഹിക ലാഭങ്ങൾക്ക് വേണ്ടി വിൽക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവർ വാസ്തവത്തിൽ തങ്ങളുടെ ഉദരങ്ങളിൽ, വയറുകളിൽ നിറക്കുന്ന തീയാകുന്നു. അന്ത്യനാളിൽ അള്ളാഹുവിനോട് സംസാരിക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയുമില്ല, അവർക്ക് നോവുന്ന ശിക്ഷയാണുള്ളത്. അടുത്ത ആയത്ത്. അതായത് ഈ ഒരു ആയത്ത് പറയുന്നത്, തെറ്റായ നിരവധി ഊഹാപോഹങ്ങൾ പൊതുജനങ്ങൾ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ, നിഷിദ്ധ ആചാരങ്ങളുടെയും ന്യായരഹിതമായ നിയമ നിബന്ധനകളുടെയും പുതിയ പുതിയ ശരീഅത്തുകൾ അവരിൽ രൂപമെടുത്തിട്ടുണ്ടെങ്കിൽ, അതിനെല്ലാം ഉത്തരവാദികൾ ദൈവഗ്രന്ഥത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നിട്ടും സാധാരണക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കാതിരുന്ന പണ്ഡിത വർഗമാണ്. ഈ ഒരു ആയത്തിൽ ഇവിടെ അള്ളാഹ് വിമർശിക്കുന്നതും അള്ളാഹ് സംസാരിക്കൂല എന്ന് പറയുന്നതും ശുദ്ധീകരിക്കൂല എന്ന് പറയുന്നതും ഈ പണ്ഡിതന്മാരായ വേദങ്ങൾ കൈവെക്കുന്ന ആളുകളാണ്. അറിവുണ്ടായിട്ടും അത് സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കാതെ വേദവാഹകരാണെന്ന് പറയുന്ന പണ്ഡിത വർഗത്തോട്. അജ്ഞത കാരണം ജനങ്ങളിൽ തെറ്റായ ആചാര സമ്പ്രദായങ്ങൾ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ ഈ ദ്രോഹികൾ അതിനെതിരെ ശബ്ദമുയർത്താതെ മൗനം അവലംബിച്ചു എന്നല്ല, ദൈവ ഗ്രന്ഥത്തിലെ വിധികൾ മറച്ചു വെക്കുന്നതിലാണ് അവരിൽ അധിക പേരും തങ്ങളുടെ ഭൗതിക ലാഭങ്ങൾ കണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ചെയ്ത ദ്രോഹം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ വിചാരിക്കാറുണ്ട്, ഇപ്പൊ സമൂഹത്തിൽ ജനങ്ങളുടെ അജ്ഞത കൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അല്ലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെതിരെ മിണ്ടാതെ നിൽക്കുന്ന നമ്മളെ പോലെയുള്ള കുറെ ആളുകളുണ്ട്. ഇത് കണ്ടിട്ടും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് മിണ്ടാൻ കഴിയാത്ത അവസ്ഥ. പക്ഷെ ഇവര് ചെയ്തത് അതിനേക്കാളും വലിയ ദ്രോഹമാണ്. ഇവര് ജനങ്ങളിൽ അങ്ങനെ പ്രചരിച്ചപ്പോൾ മിണ്ടാതിരുന്ന് മാത്രമല്ല അവര് ചെയ്തത്, അവര് ശരിക്കും അള്ളാന്റെ ഗ്രന്ഥത്തിലെ വിധികൾ മറച്ചു വെക്കുന്നതിലാണ് അവര് ഭൗതിക നേട്ടം കണ്ടത്. അതായത് അത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അവരുടെ സ്ഥാനം പോകുമെന്നോ എന്തൊക്കെയോ പേടിച്ചിട്ട് അവര് ഭൗതിക ലാഭങ്ങൾ കണ്ടിട്ടാണ് അവരതിനെ മറച്ചു വെച്ച് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഇത്തരം പണ്ഡിത വർഗത്തെയാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇത് ആ പണ്ഡിത നേതാക്കളുടെ കള്ളവാദത്തിന് ഖണ്ഡനവും അവർ തങ്ങളെക്കുറിച്ച് പാമര ജനങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന തെറ്റിദ്ധാരണകളും നിഷേധവുമാണ്. തങ്ങൾ വലിയ പുണ്യവാന്മാരും പരിശുദ്ധാത്മാക്കളുമാണ്, തങ്ങളുടെ ഭക്തന്മാർക്കും ആശ്രിതന്മാർക്കും ദൈവത്തിങ്കൽ തങ്ങൾ ശുപാർശ ചെയ്ത് മാപ്പ് നേടിക്കൊടുക്കുന്നതാണ് എന്നിങ്ങനെയുള്ള ധാരണകൾ പൊതുജനങ്ങൾ പ്രചരിപ്പിക്കാൻ സകല തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചിരുന്നു. അതിന് പ്രത്യുത്തരമായി അള്ളാഹു അരുൾ ചെയ്യുന്നു, അള്ളാഹു ഒരിക്കലും തന്നെ അവരുമായി സംസാരിക്കില്ല, അവരെ ശുദ്ധീകരിക്കുകയുമില്ല. അതായത് ഇവര് സമൂഹത്തിന്റെ ലീഡേഴ്സ് ആയിട്ട് മേലെ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞിരുന്ന എന്താന്ന് വെച്ചാല്, അവർക്ക് ഒരുപാട് അനുയായികളും ഭക്തന്മാരും ഉണ്ടായിരുന്നു, ഈ പണ്ഡിതന്മാരെ ഭയങ്കരമായിട്ട് കരുതിയിരുന്ന ആളുകൾ. അപ്പൊ അവര് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ്, ഞങ്ങളായിട്ടും ബന്ധം സ്ഥാപിച്ചാല്, ഞങ്ങൾ ഇതാക്കി തന്നാൽ, ഞങ്ങൾ അള്ളാഹിനോട് സംസാരിച്ചിട്ട് പിന്നെ ശുപാർശ ചെയ്തിട്ട് നിങ്ങൾക്ക് മാപ്പ് നേടിത്തരാം എന്ന് വരെ ഇവർ പ്രചരിപ്പിച്ചിട്ട് ജനങ്ങളെ മനസ്സിൽ അത് കൂടിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അള്ളാഹ് ഈ ആയത്തിൽ നേരെ തിരിച്ചവരെ വിമർശിക്കുകയാണ്, ഖണ്ഡിക്കുകയാണ് അവരുടെ വാദം. അള്ളാഹ് അവരോട് സംസാരിക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഉലായിക്ക, അടുത്ത ആയത്തോട് പറയാം, ഉലായിക്കല്ലദീന ഇശ്തറവു ദ്ദലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറ ഫമാ അസ്ബറഹും അലന്നാർ. ഉലായിക്ക, അക്കൂട്ടർ, ഈ കൂട്ടർ, ഈ പണ്ഡിതവർഗത്തെ കുറിച്ച് അള്ളാഹ് വീണ്ടും പറയാണ് അടുത്ത ആയത്തിൽ. ഉലായിക്ക, അതായത് അവർ സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമുക്തിക്ക് പകരം ശിക്ഷയും വില കൊടുത്തു വാങ്ങിയവരല്ലോ. നരകശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരുമ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടരുടെ ധൈര്യം അത്ഭുതകരം തന്നെ. അതായത് ഉലായിക്ക, അക്കൂട്ടർ, അല്ലദീന, അവരെങ്ങനെയാണ്, അല്ലദീന ഒരു കൂട്ടരാകുന്നു, ഇഷ്തറവു, അവർ ഇഷ്തറവു ദ്വലാല എന്നുള്ള വാക്ക് ഇവിടെ ഇഷ്തറവു എന്നാണ്, അത് വാങ്ങി, അവർ വാങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഇഷ്തറവു എന്നാണ് ശരിക്കും വാക്ക്. അത് ഖുറാനില് ഇൽത്തിഹാവുസാക്കുന്ന രണ്ട് സുഖം, ഇഷ്തറവു എന്നും അദ്വലാല എന്നും ഒരുമിച്ച് ഓതാൻ കഴിയില്ല അല്ലെ, രണ്ട് സുക്കൂന വരുന്ന, ലാമിന് സുക്കൂന് വാവിന് സുക്കൂന്. അപ്പൊ ഇഷ്തറവു അദ്വലാല എന്ന് ഓതുമ്പോ ബുദ്ധിമുട്ടാണ്. അപ്പൊ രണ്ട് സുക്കൂന് ഒരുമിച്ച് ഇൽത്തിഹാവുസാക്കുന്ന എന്നാ പറയാ.
രണ്ട് സുക്കൂനുകൾ കൂട്ടിമുട്ടുന്ന സമയത്ത് ഒന്നാമത്തെ സുക്കൂനായ അക്ഷരത്തെ വാവല്ലേ ഇവിടെ, അതിനെ ഹർക്കത്തിട്ടു. ഖുറാനില് ഹർക്കത്തിട്ടിട്ട് അതിനെ ഓതാൻ എളുപ്പമാക്കി ഫ്ലുവന്റ് ആക്കും. അങ്ങനെയാണ് ഇഷ്തറവു എന്നാകുന്നത്, ഇഷ്തറവു ദ്വലാല. അപ്പൊ നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, ഓത്തിൽ ഫ്ലുവൻസി വരും. അതൊരു പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടുത്ത വാക്കിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ ഇഷ്തറവു ദ്വലാല, ഇഷ്തറവു എന്ന് പറഞ്ഞാൽ അവർ വാങ്ങി എന്നാണ് ശരിക്ക് വാക്ക്. അറബിക്ക് പറയുകയാണെങ്കിൽ ദ്വലാല എന്ന് പറഞ്ഞാല് ഇത് ദ്വലാലത്ത്, പിന്നെ ദുർമാർഗം. ദ്വലാല ബിൽ ഹുദ, എന്ത് വിട്ടിട്ടാ ദ്വലാലിനെ അവർ വാങ്ങിയത്? ഹുദ, സന്മാർഗം വിട്ടിട്ട്. ബിൽ ഹുദ, സന്മാർഗം കൊണ്ട്, അതായത് സന്മാർഗത്തിന് പകരമായിട്ട് ദ്വലാലത്ത്. അപ്പൊ ദ്വലാലത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹുദയാണ്, സന്മാർഗം അല്ലെ. ദ്വലാലത്ത് ദുർമാർഗം, ഹുദ സന്മാർഗം. എന്നിട്ടോ വൽ അദാബ, അത് മാത്രല്ല ശിക്ഷ മാറ്റിയിട്ട് എന്താ വാങ്ങുന്നത്? ബിൽ മഗ്ഫിറ, പാപവാചനം വിറ്റിട്ട് അദാബും വാങ്ങി. ഇവര് ഈ ഭൗതിക നേട്ടങ്ങള് ഒക്കെയാണ് അവർക്ക് വലിയത്. അപ്പൊ ശരിക്കും അവർ വിറ്റ് വാങ്ങുന്നത് എന്താ? ദുർമാർഗത്തിന് പകരം സന്മാർഗത്തിന് പകരം ദുർമാർഗവും, പിന്നെ അത് ശിക്ഷക്ക് മഗ്ഫിറത്ത് കിട്ടേണ്ടിടത്തിൽ അവർക്ക് ശിക്ഷയാണ് അവർ വിറ്റ് വാങ്ങുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ. ഫമാ അസ്ബറഹും അലന്നാർ, എന്നിട്ട് അള്ളാഹ് പറയാണ് അവസാനായിട്ട്, ഫമാ അസ്ബറഹും അലന്നാർ. ഇതൊരു അത്ഭുതം പോലെയാണ്. ഇവർക്ക് എന്തല്ലേ, അവർക്ക് ഈ നരകം കിട്ടുന്നതിന് പ്രശ്നമില്ലേ? അതായത് ഈ നരക ശിക്ഷ, ഫമാ അസ്ബറഹു എന്ന് പറഞ്ഞാൽ, അതായത് ഫ അപ്പോൾ, മാ എന്താണ്, അസ്ബറ എന്ന് പറഞ്ഞ സബറിന്റെ വാക്കിൽ വരുന്നതാണ്. സബർ എന്ന് പറഞ്ഞ ക്ഷമ, സഹന ശക്തി. അസ്ബറഹും, ഹും എന്ന് പറഞ്ഞാൽ അവരെ. അപ്പൊ അവരെ ഇങ്ങനെ ഭയങ്കര ക്ഷമിക്കാൻ സഹിപ്പിച്ചത് അലന്നാർ, നരകത്തിന്റെ മേലെ. അതായത് അവർക്ക് ഇങ്ങനെ നരകം കിട്ടുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഇല്ലാത്ത, ഇത്രയും സഹിക്കാൻ അവർക്ക് കഴിയുമല്ലോ എന്നുള്ള തരത്തിൽ ഒരു അത്ഭുതം പോലെ പറയണം. ഫമാ അസ്ബറഹും അലന്നാർ, അവരെങ്ങനെയാണ് ഈ നരകത്തിന് മേലെ ഇങ്ങനെ സഹിക്കുന്നത്? അവർ ഈ നരകം അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ അവരെങ്ങനെ ഇതിങ്ങനെ സഹിച്ച് നടക്കുന്നത് എന്നുള്ള തരത്തിലാണ് അതൊരു എന്താ പറയാ, ഒരു അത്ഭുതമായിട്ടുള്ള, നമ്മൾ പറയൂലേ എന്താ ഇത് ഇങ്ങനെ എന്നൊക്കെയുള്ള പോലെയുള്ള ഒരു പ്രയോഗം പോലെയാണ് പറയുന്നത്. ഫമാ അസ്ബറഹും അലന്നാർ, ഈ നരകത്തിന് മേലെ അവരെങ്ങനെയാണ് ഇത് സഹിപ്പിച്ചത്? എന്താണ് അവർക്ക് ശരിക്കും, എന്താ അവർ ചിന്തിക്കുന്നില്ലേ? അവര് ശരിക്കും വിറ്റുവാങ്ങുന്നത് ഇതൊക്കെയാണ്. ദ്വലാല, ഇതൊക്കെ പകരം ദ്വലാലയും ആഫ്രത്തിന് പകരം അദാബുമാണ് അവർ ശിക്ഷ വാങ്ങുന്നത്. ഇവിടെ 3-4 വാക്കാണ് പുതിയതായിട്ടുള്ളത്. ഇഷ്തറ ഒരുപാട് സ്ഥലത്തുണ്ട്. ഹുദ എല്ലാവർക്കും അറിയുന്നതാണ്, സന്മാർഗം. ദലാലത്ത് അതിന്റെ വലദ്വാലി എന്നൊക്കെ സൂറത്ത് ഫാത്തിഹയിലില്ലേ, ദ്വാലി എന്ന് പറഞ്ഞ വഴിപിഴച്ചവർ, ദുർമാർഗത്തിന്റെ ആളുകൾ. അദാബ് ശിക്ഷ എല്ലാവർക്കും അറിയാം, അഫറത്ത് പൊരുത്തം എന്നുള്ളതും. അതൊക്കെ വളരെ എളുപ്പമുള്ള വാക്കുകളാണ്. എത്രയോ റിപ്പീറ്റ് ചെയ്താണ് ഖുർആനിൽ. അസ്ബറ എന്നുള്ള സബർ എന്നുള്ള വാക്ക്, അസ്ബറ എന്ന ഏറ്റവും സബർ, സഹിക്കാനുള്ള ശക്തി ഉള്ളത്. നാറ് നമുക്കറിയുന്ന വാക്കാണ്. ദാലിക ബിഅന്നല്ലാഹ, ഇതിൽ അവസാനത്തെ ആയത്താണ് 176, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ദാലിക ബിഅന്നല്ലാഹ നസ്സലൽ കിതാബ ബിൽ ഹഖ് വഇന്നല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബി ലഫീ ശിഖാഖിൻ ബഈദ്. ദാലിക, അതായത് അള്ളാഹു തികച്ചും സത്യമായ വേദം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വേദത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയി എന്നതത്ര ഇതിനെല്ലാം നിമിത്തം. ശരിക്കും അള്ളാന്റെ ഭാഗത്തും ചിന്തിക്കാൻ, അള്ളാഹ് സത്യമായ വേദം ഈ മനുഷ്യകുലത്തിന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ശരിയായ വേദത്തില് ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയായ സത്യം അവർ മറന്നുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ മാത്സര്യ ബുദ്ധി, ഈഗോ ഒക്കെ കാരണം അവർ തമ്മിൽ ഭയങ്കര തമ്മിൽ പ്രശ്നമാക്കി. ശരിക്കുള്ള സത്യം അവരിൽ നിന്ന് ഒരുപാട് അകന്നു പോയി, ശരിയായ വേദത്തിലുള്ള സത്യം. ദാലിക്ക, അതിന്റെ വാക്കർത്ഥം നോക്കൂ. ദാലിക്ക, അത് അതായത് ഇതിനൊക്കെ കാരണം എന്താണ്? ബി അന്നല്ലാഹ, ബി അന്ന തീർച്ചയായും, ബി കൊണ്ട്, അന്ന തീർച്ചയായും, അല്ലാഹു നസ്സല ഇറക്കി, നസ്സലൽ കിതാബ അല്ലെ, ഇറക്കി, അൽ കിതാബ് പുസ്തകം, അല്ലെ വേദഗ്രന്ഥം, ബിൽ ഹഖ് സത്യമായിക്കൊണ്ട്. ഹഖ് എന്ന് പറഞ്ഞ സത്യം, അല്ലെങ്കിൽ അർഹമായത്, റൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അൽ ഹഖ് ശരിക്കും വേദഗ്രന്ഥം സത്യമായിക്കൊണ്ട് ഇറങ്ങിയതാണ്. എന്നാൽ ഇന്നല്ലദീന ഇഖ്തലഫൂ, ആൻഡ് ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ, ഇഖ്തലഫൂ അവർ ഭിന്നിച്ചു, ഇഖ്തലഫ യഖ്തലിഫു, ഇഖ്തലഫൂ അവർ ഭിന്നിച്ചു, ഫിൽ കിതാബ് ഈ വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ലഫീ ശിഖാഖിൻ ബഈദ്, അപ്പൊ ലഫീ തന്നെയാണ്, ലാ എന്ന് പറഞ്ഞാൽ തന്നെയാണ്, ഫീൽ അപ്പൊ അവർ തന്നെയാണ് എന്തിലാണ്? ഷിഖാഖിലാണ്. ഷിഖാഖ് എന്ന് പറഞ്ഞ ഭിന്നിപ്പ്. ഇത് ഷഖത്ത് എന്നൊക്കെ പഠിച്ചില്ലേ, ഷഖത്ത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്നൊക്കെയുള്ള ആ ഒരു ഇതില്ല. അപ്പൊ അവര് ഭിന്നിച്ചു പോകുന്നല്ലേ, ഭിന്നിപ്പാണ്. ബഈദ് എന്ന് പറഞ്ഞ ദൂരം. ബഈദ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഖരീബിന്റെ ഓപ്പോസിറ്റ്. ഖരീബ് തന്നെ അടുത്ത്, ബഈദ് ദൂരം.
അപ്പൊ ഇത്തരത്തിലുള്ള ആളുകള് വേദഗ്രന്ഥം അള്ളാഹ് ശരിക്കും സത്യം അള്ളാഹു ഈ ഗ്രന്ഥത്തെ സത്യമായി അവതരിപ്പിച്ചു. വൈനല്ലദീന ഇഖ്തലഫു, എന്നാൽ ഈ ഭിന്നിച്ചവർ ഫിൽ കിതാബി ശരിക്കും ലഫീ ശിഖാഖിൻ ബഈദ്, വളരെ വിദൂരമായ ഭിന്നിപ്പിലാണുള്ളത്, സത്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ് എന്നർത്ഥം. ഇതില് ഇവിടെ പിന്നെ വേദവാക്യങ്ങളെ പൂഴ്ത്തിവെക്കുക എന്ന് പറഞ്ഞല്ലോ, വേദസത്യങ്ങളെ പൂഴ്ത്തിവെക്കലാണ് ഖുർആൻ പ്രസ്താവിച്ചത്. ഈ പൂഴ്ത്തിവെപ്പ് വേദ നിയമങ്ങൾ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി വിറ്റുകളയലാകുന്നു. വിറ്റുകളയലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് പിന്നെ ഈ ഈ ഈ ജനങ്ങളെ അവർ യഥാർത്ഥത്തിൽ നടക്കേണ്ട വഴിയിലൂടെ നടത്തുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണല്ലോ അവർ നടക്കാൻ ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ നടത്തുക. തികഞ്ഞ ദൈവഭക്തരും വേദസത്യങ്ങളോട് അദമ്യമായ കൂറുള്ളവരുമായ പണ്ഡിതന്മാർക്ക് മാത്രമേ ജനങ്ങളെ അവർ യഥാർത്ഥത്തിൽ നടക്കേണ്ട വഴിയിലൂടെ നടത്താൻ കഴിയൂ. അതില്ലാത്തവർ ജനങ്ങളെ അവർ എളുപ്പം നടക്കുക എന്ന വഴിക്കാണോ ആ വഴി നടത്തുന്നു. അതുവഴി പുരോഹിതന്മാരും ദുഷിച്ച പണ്ഡിതന്മാരും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ജനങ്ങളുടെ അംഗീകാരവും ആദരവും പിടിച്ചു പറ്റാനുള്ള എളുപ്പവഴി അവരുടെ പ്രവണതകളോട് സമരസപ്പെടുകയും അവരാഗ്രഹിക്കുന്ന ഉപദേശങ്ങളും വിധിവിലക്കുകളും നൽകുകയുമാണ്. ആളുകളിൽ നിന്ന് പാരിതോഷികങ്ങളും കാണിക്കകളും നേർച്ച വഴിപാടുകളും നേടാനുള്ള മാർഗവും അതാണ്. ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്നും അവലംബിക്കാറുള്ള തന്ത്രമാണ് അള്ളാഹു അവന്റെ വേദഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ദൈവിക നിയമങ്ങളുടെ നേരെ കണ്ണടക്കുകയും എന്നിട്ട് വേദവാക്യങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്ത അർത്ഥങ്ങളും ആശയങ്ങളും നൽകി വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നത്. ആ വ്യാഖ്യാനങ്ങളെ പൂർവികരുടെയും പാരമ്പര്യങ്ങളുടെയും മഹത്വം പറഞ്ഞവർ സാധൂകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ ആധുനിക മുസ്ലിം സമുദായത്തിനും എത്ര വേണമെങ്കിലും കാണാം. ഈ സൂക്തം നൽകുന്ന മുന്നറിയിപ്പും താക്കീതും അള്ളാഹുവിന്റെ യഥാർത്ഥ വിധിവിലക്കുകളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും താങ്ങി നിർത്താൻ ശ്രമിക്കുന്ന എല്ലാ വിഭാഗം പണ്ഡിതന്മാർക്കും ബാധകമാകുന്നു. അപ്പൊ ഈ ഒരു ആയത്ത് വളരെ പ്രസക്തമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലേ. അതായത് പൊതുവെ നമുക്ക് എന്താണ് ഭയങ്കര എളുപ്പമാണ് എന്ത്, ഇപ്പൊ ജനങ്ങള് അവർക്ക് ഇഷ്ടമുള്ള ദേഹേച്ഛ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കുക. അപ്പൊ നമ്മൾ ഉദാഹരണം പറയണം, നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ തമ്മിൽ മത്സരിക്കുന്ന വിഷയങ്ങളാണ് വീടുണ്ടാക്കുന്നത്, കല്യാണങ്ങൾ നടത്തുന്നത്, അതിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ, കല്യാണമൊക്കെ ഇപ്പൊ ആളുകള് വല്ലാത്തൊരവസ്ഥയിലായി മാറിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ അത് അവര് ജനങ്ങൾ അത്തരത്തിൽ അത് നടത്താൻ ഇഷ്ടപ്പെടുമ്പോ അതവര് പണ്ഡിതന്മാരോട് പോയി അതിന് ഫത്വ ചോദിക്കുമ്പോ പണ്ഡിതന്മാർ അതിന് ഇത്തരത്തിലുള്ള ഈ ഖുറാനിൽ ഈ ആയത്ത് പറഞ്ഞ പണ്ഡിതന്മാരാ പറയണത്. അത്തരത്തിലുള്ള പണ്ഡിതന്മാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, അതിലൊരു കുഴപ്പവുമില്ല, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തോളൂ, ഇത് എന്താണെങ്കിലും അന്ന് അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കുറച്ച് ചരിത്രത്തിൽ നിന്നും ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇത് അതിന്റെ കൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ജനങ്ങൾക്ക് എന്താണ്, നല്ല സന്തോഷാണ് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ എടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഫത്വയാണ് കിട്ടുക. അവർക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫത്വ കിട്ടുകയും ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ട പാരിതോഷികങ്ങളും അംഗീകാരവും ഇവര് അങ്ങനെ ആ രീതിയിൽ അതിന് മാറുകയും ചെയ്യുമ്പോൾ ഈ പണ്ഡിതന്മാർക്കും സുഖം അത് തന്നെയാണ്. കാരണം അതിനെതിരെ അള്ളാന്റെ നിയമം പറയുമ്പോൾ ഒരു പക്ഷേ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ വിട്ട് വേറൊരാളെ പോയി സമീപിക്കില്ല. കാരണം ജനങ്ങളുടെ എതിരെ ഫത്വ കൊടുക്കുമ്പോ. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര പ്രസക്താണെന്ന് വെച്ച് നോക്കുക. അതായത് ശരിയായ വിധവർക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഇവരുടെ ഭൗതിക ലാഭം, ഇവർ സമൂഹത്തിന് ഭയങ്കരമായിട്ട് അംഗീകാരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അനാചാരങ്ങളൊക്കെ താങ്ങി നിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരുതരം പണ്ഡിതന്മാരാണ് ഇവിടെ അള്ളാഹ് ആക്ഷേപിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിലുള്ള വിധിവിലക്കുകൾ പൂഴ്ത്തിവെച്ച് ജനത്തിന്റെ ക്ഷുദ്ര പ്രവണതകളുമായി സമരസപ്പെട്ട് അവർക്ക് രുചിക്കുന്ന ആചാര വ്യവസ്ഥകൾ നിർമ്മിച്ചു കൊടുത്ത് അതുവഴി ലഭിക്കുന്ന പാരിതോഷികങ്ങളും കാണിക്കകളും ഭോഗിക്കുന്നവർ, അങ്ങനെ ഭോഗിക്കുന്ന അവരുണ്ടല്ലോ, ഇവിടെ പറഞ്ഞില്ല, തുച്ഛമായ സമനം കലിയിലൊക്കെ വേണ്ടി ഒരു ഭൗതിക നേട്ടങ്ങളിൽ ആഗ്രഹിച്ചു കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവർ ഈ ഭോഗിക്കുന്ന ഈ ഭൗതിക നേട്ടം ഉണ്ടല്ലോ, പാരിതോഷികളോ അവർ കിട്ടുന്ന അതൊക്കെ അംഗീകാരവും സ്ഥാനവും ഒക്കെ യഥാർത്ഥത്തിൽ അവരുടെ വയറുകൾ നിറക്കുന്നത് നരകത്തീയാണ് അല്ലെ. അവർ നേരത്തെ പറഞ്ഞ പോലെ ബുത്തൂനിഹിം ഇല്ലന്നാർ എന്ന് പറഞ്ഞില്ലേ, നരകത്തിൽ അവർ മരണാനന്തരം അത് ആളിക്കത്തുകയും അവരതിൽ ദഹിക്കുകയും ചെയ്യും.
ഇവിടെ ദൈവഹിതങ്ങൾ എന്ന പേരിൽ തങ്ങൾക്ക് സ്വയംകൃത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓതിത്തരുന്ന പുരോഹിതന്മാർ അള്ളാഹുവിന്റെ ഉറ്റവരും പാർശ്വവർത്തികളും ശുപാർശകരും ഒക്കെയാണെന്നാണ് ജനം കരുതുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഈ പുരോഹിതന്മാർ ദൈവത്തോട് സംസാരിച്ച് തങ്ങളുടെ പാപങ്ങളെല്ലാം പരിഹരിച്ചു തരികയും ജനങ്ങളെ സ്വർഗാവകാശികളായി തീർക്കുകയും ചെയ്യുമെന്ന് അവർ വ്യാമോഹിക്കുന്നു. എന്നാൽ അന്ത്യനാളിൽ നികൃഷ്ടമായി വഞ്ചകരോട് അള്ളാഹു സംസാരിക്കാനേ പോകുന്നില്ല. വലാ യുക്കല്ലിമുഹുമുല്ലാഹു എന്ന് പറഞ്ഞില്ലേ, അവരെ അവൻ ഒട്ടും വില വെക്കുകയുമില്ല. അതുവഴി മറ്റുള്ളവരുടെ പാപം പരിഹരിക്കുന്നത് പോകട്ടെ, അവരുടെ പാപം തന്നെ പരിഹരിച്ചു കൊടുക്കാനോ അവരെ സംസ്കരിക്കാനോ ആരും ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇവിടെ പറഞ്ഞില്ലേ, വലാ യുക്കല്ലിമുഹുമുല്ലാഹു വലാഹും എന്താ പറഞ്ഞ, അള്ളാഹു അവരെ സംസ്കരിക്കുകയുമില്ല, വലാ യുസക്കീഹിം അവരെ ശുദ്ധീകരിക്കുകയുമില്ല, അവരെ സംസാരിക്കുകയില്ല. അങ്ങനത്തെ ആൾക്കാരാണ്, അങ്ങനത്തെ പണ്ഡിതന്മാരാണ് ജനങ്ങളോട് പറയുന്നത്, എന്റെ അടുത്ത് പറഞ്ഞാൽ മതി എല്ലാ കാര്യവും, ഞാൻ ശരിയാക്കി തരാം, ഞാൻ മാപ്പ് നേടിത്തരാം അള്ളാന്റെ അടുത്ത്. അവർക്ക് അവരെ കാര്യം തന്നെ അള്ള ഒന്നും ചെയ്തു കൊടുക്കൂല, അവരെ മാപ്പ് കൊടുക്കൂല, അവരെ സംസാരിക്കുക പോലും ഇല്ല. അപ്പൊ ഇവിടെ അവരോട് ഇവിടെ വെറുതെ ഇത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു അവരോട് സംസാരിക്കയില്ല എന്ന് പറഞ്ഞതിന് അള്ളാഹു അവരെ വിചാരണ ചെയ്യാതെ ശിക്ഷിക്കുമെന്ന് അർത്ഥമില്ല. അതായത് സംസാരിക്കൂല എന്ന് വിചാരിച്ചാൽ അള്ളാഹു അവരോട് മിണ്ടാതെ അവരെ കൊണ്ടുപോയിട്ട് അങ്ങ് നരകത്തിലിടും എന്നല്ല ഇവിടെ പറയുന്നത് കേട്ടോ. ജഡ്ജ് ചെയ്തിട്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ചെയ്തികൾക്ക് അർഹമായി തന്നെ കൊടുക്കുന്ന ദയയും ദാക്ഷിണ്യം കാണിക്കില്ല. അതായത് അവരോട് ദയയും ദാക്ഷിണ്യവും കാണിക്കില്ല എന്നർത്ഥം. അങ്ങനെ പറയുന്നുണ്ട്. അവരെ സംസ്കരിക്കുകയില്ല എന്ന വാക്യം പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. വലാ യുസക്കീഹ് എന്നുള്ള ഒന്ന്, അവരെ സംസ്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഐഹികത്തിൽ അവർക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചതും വേദവും ശരീഅത്തും അവതരിപ്പിച്ചു കൊടുത്തതും. ആ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ജീവിതം സംസ്കരിക്കാൻ കൂട്ടാക്കാതെ അബദ്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളിലും വിഹരിച്ച് സ്വയം മലീമസമായവരെ ഇനി അള്ളാഹു ബലാത്കാരം സംസ്കരിക്കുകയില്ല. അതായത് ഒന്ന് ഇവിടെ ഈ വലാ യുസക്കി എന്നാണ്, അള്ളാഹ് ഇനി സംസ്കരിക്കൂല എന്ന് പറയുന്നത്. അള്ളാഹ് അങ്ങേ അറ്റത്തെ കാരുണ്യം ചെയ്തു കൊടുത്തു. ഇഹലോകത്ത് ജീവിക്കും പ്രവാചകന്മാരൊക്കെ അയച്ചു കൊടുത്ത് വേദം ഇവർക്ക് തന്നെ കൊടുത്തു, പണ്ഡിതന്മാരെ കയ്യിൽ തന്നെ അവർക്ക് കിട്ടുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടും അവർ സംസ്കരിക്കപ്പെട്ടിട്ടില്ല. ഇനി അള്ളാഹ് ആയിട്ട് അവരെ ബലാത്കാരം സംസ്കരിക്കയില്ല എന്നൊരർത്ഥം പറയുന്നുണ്ട്. രണ്ടാമതായും പരലോകം സംസ്കരണത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും സ്ഥലമല്ല എന്നുള്ള തരത്തിലും, അതായത് സംസ്കാരത്തിന്റെയും ശുദ്ധിയുടെയും ഫലം അനുഭവിക്കുന്ന അഥവാ രക്ഷാശിക്ഷകളുടെ സ്ഥലമാണ്. ഇവിടെ അസത്യവും അധർമ്മവും ആചരിച്ച് അവിടെ എത്തുന്ന ആരും തന്നെ പുണ്യാത്മാക്കളുടെയോ പുരോഹിതന്മാരുടെയോ ഊറ്റം കൊണ്ട് അവിടെ സംസ്കരിക്കപ്പെടുമെന്നോ ശിക്ഷാമുക്തരാകുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല. സംസ്കരണം ആഗ്രഹിക്കുന്നവർ ഈ ജീവിതത്തിൽ തന്നെ നടത്തണം. അതായത് രണ്ടാമത് വലാ യുസക്കി എന്ന് പറഞ്ഞാല് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ സംസ്കരിക്കാനുള്ള സ്ഥലം അല്ല എന്നുള്ള അർത്ഥത്തിൽ, ഇഹലോകമാണ് അതിനുള്ള അവസരം, അതിന്റെ പ്രതിഫലനമാണ് പരലോകത്ത് വെച്ച് അനുഭവിക്കുക. ഇനി വേറൊരർത്ഥം പറയുന്നത്, മൂന്നാമതായി സത്യവിശ്വാസികളായ ആളുകൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പരലോകത്ത് അവരുടെ പാപങ്ങൾക്കനുസരിച്ച് ശിക്ഷ അനുഭവിച്ച ശേഷം അള്ളാഹു അവരെ സംസ്കരിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എന്നാൽ വേദസത്യങ്ങൾ പൂഴ്ത്തിവെക്കുകയും തന്നിഷ്ടപ്രകാരം നിയമങ്ങൾ നിർമ്മിച്ച് ജനങ്ങളെ അനാചാരങ്ങളിൽ നയിക്കുകയും ചെയ്തവരെ അള്ളാഹു വിശ്വാസികളായി പരിഗണിക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ ശാശ്വതമായിരിക്കും. ശിക്ഷാവിധി അവസാനിച്ച് സംശുദ്ധരായി തീർന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ഒരു കാലത്തും അത്തരക്കാർക്ക് ഉണ്ടാവില്ല. എന്നൊന്നും നരകം തന്നെയായിരിക്കും അവരുടെ വാസസ്ഥലം. അതായത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ പിന്നെ അള്ളാഹുവിനെ വിശ്വസിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ വിശ്വാസികൾ ഒരുപാട് കാലം ഒരുപാട് തെറ്റ് ചെയ്ത് എന്നിട്ട് അങ്ങനെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു വിശ്വാസി എന്ന് പറയുന്ന അള്ളാഹിനെ അംഗീകരിച്ച ഒരു വിശ്വാസമുള്ള മുസ്ലിമായ ഒരു വ്യക്തി പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആരുടെയെങ്കിലും ഒക്കെ ശുപാർശ കൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിക്ക് കിട്ടിയാൽ അള്ളാഹ് ഒരു പക്ഷെ അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ ഇട്ടേക്കാം. കരിക്കട്ടയായ അദ്ദേഹത്തെ ഒരു വിശ്വാസികളൊക്കെ ഒരു നദിയിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് ജീവൻ വെപ്പിക്കുന്ന ഒരു ഇത് പറയുന്നുണ്ട് വേറെ സൂറത്തിന്റെ വിശദീകരണത്തില്. എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അള്ളാഹിന്റെ കാരുണ്യം, ഒരു നാണയത്തൊട്ട് നന്മയെങ്കിലും ചെയ്തവർ അള്ളാഹ് നരകത്തിൽ നിന്ന് അവസാനം കുറെ ശിക്ഷ അനുഭവിച്ച ശേഷം ഇങ്ങനെ എടുക്കുന്നുണ്ട്. പർലാം ഖുർആൻ എന്നുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പൊ അതുപോലും ഈ ആളുകൾക്ക്, വേദത്തെ മനഃപൂർവ്വം അർപ്പിച്ചു വെച്ച ആളുകൾക്ക് കിട്ടില്ല എന്നും വലാ യുസക്കീഹിം എന്നതിലൊരർത്ഥം അങ്ങനെയും വരുന്നുണ്ട് എന്ന് പറയുന്നു. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ അവസാനത്തെ ആയത്തിൽ വമാ അസ്ബറഹും അലന്നാർ എന്ന് പറഞ്ഞില്ല. അവരെന്താണ് ഇങ്ങനെ നരകത്തിൽ അവർക്ക് എന്താ സഹിക്കാൻ, നരകത്തീം അവരെന്തെങ്ങനെ സഹിക്കുന്നേന്നുള്ളൊരു ചോദ്യത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് അതൊരു അത്ഭുതം പോലെ പറയാണ്. ശരിക്കും പിന്നെ അതായത് ഇവരുടെ ഈ തെറ്റ് ഇത്രയും അവര് അള്ളാഹ് പറയുന്നത് എന്താ വെച്ചാല്, അവര് അജ്ഞതയാലോ അബദ്ധവശാലോ കുറ്റം ചെയ്തു പോയവരല്ല ഇവര്. പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ കേൾക്കുകയും വേദങ്ങൾ വായിച്ചു പഠിക്കുകയും ചെയ്ത ശേഷം ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ബോധപൂർവം അതിനെ ധിക്കരിച്ചവരാണ്. നമ്മൾ മനസ്സിലാക്കണം എന്താണ് അള്ളാഹ് ഇത്തരക്കാരെ ഇങ്ങനെ ആയത്തുകളിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവർക്ക് നരകമാണ്, അവരെ ഞാൻ സംസാരിക്കൂല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. സാധാരണ ഒരാൾക്ക് ഒരു അജ്ഞത കൊണ്ട് ചെയ്യുന്ന തെറ്റും
ഇവർക്ക് അള്ള ഇത്രയും സ്ഥാനം കൊടുത്തിട്ട് സമൂഹത്തിൽ, എന്നിട്ട് അബദ്ധത്തിലോ അജ്ഞത കൊണ്ടല്ല ചെയ്യുന്നത്. അള്ളാന്റെ അടുത്ത് തന്നെ അള്ളാന്റെ വേദം കയ്യിൽ വെച്ച് അത് വായിച്ച് പഠിച്ചതിന് ശേഷം തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ നേട്ടത്തിന് വേണ്ടി അതിനെ ധിക്കരിക്കുകയാണ് അവർ ചെയ്തത്. തങ്ങൾക്ക് ലഭിച്ച സന്മാർഗം വിറ്റ് പകർന്ന് ദുർമാർഗം വിലക്ക് വാങ്ങുകയും പാപമോചനത്തിന് പകരം അറിഞ്ഞുകൊണ്ട് നരകശിക്ഷയെ വാരിപ്പുണരും ചെയ്യുന്നവർ യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യം അർഹിക്കുന്നില്ല. തങ്ങളുടെ ഈ നടപടിയുടെ അനിവാര്യ ഫലം നരകശിക്ഷയാണ് അവർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും നരകത്തിലേക്ക് തന്നെ നിസ്സങ്കോചം നടക്കാനുള്ള അവരുടെ ധാർഷ്ട്യം അപാരം തന്നെ. ഇവിടെ പറയുന്നത് വമാസ്പറവും മലനാർ എന്ന് പറയാൻ കാരണം എന്താ പറയുക, അവർക്ക് എന്താ ഇത്ര സഹിക്കാനുള്ള ശക്തി? അവരെന്താ ഇങ്ങനെ അവരെന്താ പിന്നെ നരകം തന്നെ വിലക്ക് വാങ്ങുന്നത് അത്ഭുതത്തോടെ ചോദിക്കാൻ കാരണം, അവർക്കറിയാം വേദഗ്രന്ഥത്തില് ഇങ്ങനെയാണ് സത്യമെന്നും അത് മറച്ചു വെച്ചാല് നരകത്തിലേക്കാണ് അവസാനം പോവാന്നുള്ള അറിവുണ്ടായിട്ടാണ് അവർ ഇത്രയും കെൽപ്പില് സഹിക്കാൻ തയ്യാറായിട്ട് അതന്നെ ഏറ്റുവാങ്ങുക ആ നരകത്തെ. അതായത് ഇവിടെ ഒരു അതിശയം പോലെയാണ് ഇത് പറയുന്നത്, മാസ്ബറ എന്നുള്ളത്. ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപ പരിഹാരത്തിന് പകരം നരകശിക്ഷയും തിരഞ്ഞെടുക്കുന്ന ഇക്കൂട്ടരുടെ ധാർഷ്ട്യം അത്ഭുതകരം തന്നെ എന്നാ പറയുന്നത്. സബുർ എന്ന പദത്തിന്റെ അർത്ഥം ക്ഷമ എന്നാണെങ്കിലും സഹനം, സ്ഥൈര്യം, ധാർഷ്ട്യം എന്നൊക്കെ പറയാറുണ്ട്. ധൈര്യം തുടങ്ങിയ അർത്ഥങ്ങളിലും അത് വരാറുണ്ട്. ഈ സന്ദർഭത്തിൽ കൂടുതൽ ഉചിതമായ ധാർഷ്ട്യം എന്നാണ് ശരിക്കും. അസ്ബറ സഹനം എന്നതിന് പകരം ഇവിടെ അവരുടെ ആ ധാർഷ്ട്യത്തെയാണ് പറയുന്നത്. നരകം ഞങ്ങൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ധാർഷ്ട്യം അവർക്ക് പറയുന്നതാണ് ഇവിടെ കൂടുതൽ ആപ്റ്റ് ആവുക എന്നാണ് പറയുന്നത്. ഈ ആയത്ത് ഇവിടെ അവസാനിക്കുക 175 ആയത്ത് 176 ദാലിക ബിഅന്ന അല്ലാഹ കിത. കാരണം അവരിങ്ങനെ അള്ളാഹിനെ അറിഞ്ഞുകൊണ്ട്, അതായത് ഇവിടെ അവസാനത്തെ ആയത്ത് ദാലിക ബിഅന്ന അല്ലാഹ നസ്സല കിതാബ ലക, അള്ളാഹിന്റെ വേദത്തിൽ സത്യം ഉണ്ടായിട്ടും അവര് ഭിന്നിച്ചതിന്റെ പേരില് അവര് സത്യത്തിൽ നിന്ന് വിദൂരം അകന്നു പോയി എന്ന് പറയാൻ കാരണം, അവർ സന്മാർഗത്തിന് പകരം ദുർമാർഗം, പാപമോചനത്തിന് പകരം നരകശിക്ഷയും ബോധപൂർവം തിരഞ്ഞെടുത്തവരായി തീർന്നത് എങ്ങനെയെന്ന് കൂടി ഈ ആയത്തിൽ പറയാണ്. ദാലിക ബിഅന്ന എന്നുള്ളതിന്റെ കാരണം പറയാണ്. അള്ളാഹു അവതരിപ്പിച്ച വേദങ്ങൾ സത്യം അവ്യക്തമായത് കൊണ്ടോ ന്യായവിധികൾ ഇല്ലാതിരുന്നത് കൊണ്ടോ അല്ല അവർ വേദസത്യങ്ങളെ ഒളിച്ചു വെച്ചതും സ്വയംകൃത വ്യാഖ്യാനങ്ങൾ കൊണ്ട് മാറ്റിമറിച്ചതും. മുൻ വേദങ്ങളിൽ പൂർവികർ അങ്ങനെ അല്ല അവ്യക്തകളും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അത് അന്ത്യപ്രവാചകങ്ങളോട് അവതരിപ്പിച്ച ശേഷമാണ് ഇവരിങ്ങനെ പറയുന്നത്. മനസ്സിലായില്ല? അവർക്കൊന്നും ഒരു അള്ളാഹ് ഇവിടെ പറഞ്ഞില്ലേ, അള്ളാഹിന്റെ വേദത്തിലുള്ള കാര്യങ്ങളൊക്കെ സത്യവും വ്യക്തവുമാണ്. എന്നിട്ട് അത് അറിയാഞ്ഞിട്ടല്ല, അത് വ്യക്തമാവാഞ്ഞിട്ടോ അവർക്കിത് മനസ്സിലാവാഞ്ഞിട്ടോ അല്ല അവരിങ്ങനെ ചെയ്തത് എന്നൊന്നും കൂടി പറയാണ് ആലിക്കബിന്. എന്നിട്ട് അപ്പൊ സകല സംഗതികളും വിവേചിച്ച് വിശദീകരിച്ച ഗ്രന്ഥം കിതാബും ഫുസ്സിലത്ത് എന്നാണ് ഖുർആന്റെ പറയുന്നത്. സതുപദേശങ്ങളും ന്യായമായ വിധിവിലക്കുകളും ഏത് സാമാന്യ ബുദ്ധിക്കും സുഗ്രഹമായ വിധം ലളിതമായി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി ഗ്രഹിച്ച ശേഷം അതിൽ നിന്ന് പിന്തിരിക എന്നാൽ ദുർമാർഗം വിലക്ക് വാങ്ങണം. ഹക്ക് എന്ന പദത്തിന്റെ അർത്ഥങ്ങൾ പറയും. ഷിക്കാക്ക് എന്നതിനർത്ഥം പിളർപ്പ്, വിഘടനം, ഭിന്നിപ്പ്, വിരോധം എന്നൊക്കെയാണ്. അങ്ങനെ അതായത് ഇവിടെ അയാൾക്ക് അതായത് ഇവിടെ ശിക്കാക്കും ബഈദ് എന്ന് പറഞ്ഞില്ല, അവസാനം വിദൂരമായ ഭിന്നിപ്പിലാണ് എന്ന് പറയാൻ കാരണം, സ്വന്തം ഗുണദോഷങ്ങൾക്ക് പോലും വകവെക്കാതെ മറ്റൊന്നിനോടുള്ള വിരോധത്തിലും ശത്രുതയിലും അന്ധമായി മുന്നോട്ട് പോകുക എന്നാകുന്നു ഈ ഷിഖാക്കിന്റെ. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ല, വിദൂരമായി അവരങ്ങ് ഭിന്നിച്ചു പോയി എന്ന് പറയാൻ, അവര് സ്വന്തം ഗുണമാണോ ദോഷമാണോ നോക്കുന്ന അവസ്ഥ പോലും അവർ വിട്ടുപോയിട്ട് ഒരു സാധനത്തിനോടുള്ള വിരോധവും ശത്രുതയും കാരണം അങ്ങേയറ്റം സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഷിക്കാക്കും ബഈദ് എന്ന് പറഞ്ഞത് ഇവിടെ. പിന്നീട് അയാൾക്ക് തിരിച്ചു വരാനോ നഷ്ടപ്പെട്ടത് പരിഹരിക്കാനോ യാതൊരു അവസരവും ഉണ്ടാവില്ല എന്ന താല്പര്യം ഇതാണ്. വേദവിശ്വാസികൾ തൗറാത്തിന് ശേഷം അവതീർണമായി ഖുർആനിലും ഭിന്നിക്കുന്നുവെങ്കിൽ അത് അവരുടെ സത്യവിരോധത്തിന്റെയും ശത്രുതയുടെയും മാത്രം പ്രവർത്തനമാകുന്നു. ഇനി ഒരിക്കലും സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും തിരിച്ചു വരാനാവാത്ത അത്ര ദൂരം ആ വഴിക്ക് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അതായത് ഇപ്പൊ ഖുർആൻ അവതരിച്ചിട്ടും പ്രവാചകൻ അവർക്ക് ഖുർആൻ അവതരിപ്പിച്ച് സത്യം കാണിച്ചു കൊടുത്തിട്ടും അതിൽ വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർ അത്രയും അതില് തെറ്റുകൾ ചെയ്ത് അങ്ങേ അറ്റങ്ങ് ശത്രുതയും വിരോധവും കൊണ്ട് അവർ അങ്ങേ അറ്റം പോയി. ഇനി സത്യം കണ്ടാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത് മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഷിഖാഖും ബഈദ് ഇവിടെ പ്രയോഗിക്കാൻ കാരണം പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു 3 ആയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് ഇവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്